സ്തോത്രം ചെയ്യുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായ നന്മകളാൽ ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2025 അവസാന ആഴ്ചകളിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ തിരിഞ്ഞൊന്ന് നോക്കി അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർക്കുവാൻ, കർത്താവെ, നന്ദിയോടെ അവിടുത്തേക്ക് സ്തുതി കരയേറ്റുവാൻ ഞങ്ങൾക്ക് തരുന്ന ഈ ഒരു വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, സ്തുതിക്കുന്നു. പലപ്പോഴും ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ കർത്താവെ ചടങ്ങുകളായി ഒക്കെ മാറുമ്പോൾ കർത്താവെ അങ്ങനെ ആയിത്തീരാതെ ഞങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി, കർത്താവിൻ്റെ പ്രസൻസ് ഞങ്ങൾ അനുഭവിക്കുന്നവരായി തീരുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പാട്ടുകളെ പാടി അവിടുന്ന് ചെയ്ത നന്മകളെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധന അവിടുത്തേക്ക് സുഗ്രാഹ്യമായ യാഗമായി അവിടുത്തെ തിരുസന്നിധിയിൽ എത്തുമാറാകണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഗാനശുശ്രൂഷ നയിക്കുന്ന നിന്റെ മകനായി പ്രാർത്ഥിക്കുന്നു. ജിനുവിനെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം. തൻ്റെ ശബ്ദത്തെ കർത്താവ് എടുത്തുപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ബലപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങൾക്കുള്ളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയോ അഭയാചനങ്ങളും കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ദൈവനാമത്തില് വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഈ 2025 19 ദിവസം കടന്നുപോയി. നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് നന്ദി പറയുവാൻ, അവനെ പാടി സ്തുതിക്കുവാൻ, അവൻ ചെയ്ത നന്മകളെ ഓർക്കുവാൻ തരുന്ന ഈ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അല്പസമയം പാട്ടുകളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ജിനുവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജിനു നമ്മളോടുകൂടെ ആയിരിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അറിയാവുന്ന പാട്ടുകളാണ് പാടുന്നതെങ്കിൽ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് പാടി നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാം. അറിയാവുന്ന പാട്ടുകൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് കൂടെ പാടി നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമം ഉയർത്താം. ബ്രദർ ജിനു വർഗീസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവരൊക്കെ ആ ഇരുപിടങ്ങളിലൊക്കെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം അവൻ ഇന്നും എന്നേക്കും അനന്യനായ കർത്താവാണ്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവിടെ നിടിയാക്കി അവൻ്റെ കൃപകൾക്കായി സ്തുതിക്കുന്നു. നമ്മളായിരുന്ന ഇടങ്ങളിലൊക്കെ ഒരാഴ്ച കാലം നമ്മളെ അവിടെ നിന്ന് വഴി നടത്തി. ഒരാഴ്ച മാത്രമല്ല, ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ ഹല്ലേലൂയ, ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൽ ചില ആഴ്ചകൾ കൂടെ ബാക്കി ശേഷിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മളെ അവിടെ നിന്ന് വഴി നടത്തി അവൻ്റെ വലിയ കൃപകളൊക്കെ ഓർത്ത് ഹല്ലേലൂയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അത് നേതൃത്വം നടത്തുന്ന തോമസ് അങ്കിൾ, ലിൻഡ ആൻറ്റി, അവർക്ക് ദൈവം ചെയ്തെടുക്കുന്ന വലിയ കൃപകൾ, വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അത് അനേക ജനങ്ങൾക്ക് അതൊരു വിടുതലായി മാറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം അവിടെ നിടയാക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രികാലവും മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യേ ദൈവ സാന്നിധ്യം നമ്മളെ വഴി നടത്തുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നു, ബി സ്റ്റിൽ and know that he is God. ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെ മധ്യം ഉണ്ടായിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ പ്രവൃത്തികളെ നമുക്ക് ഒരുമിച്ച് വർണ്ണിപ്പാൻ ഈ വർഷത്തിൻ്റെ അവസാനവും നമുക്ക് ഒരുമിച്ച് ദൈവം അവിടെ നിര്യാക്കുന്നവൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടി അല്പസമയം നമ്മൾ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമല്ലോ. We worship you Jesus. Hallelujah. Hallelujah. We Jesus. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമല്ലോ. We worship you Jesus. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ
കൃപകൾ തരുവാനാരുമില്ലിതുപോൽ ഒരുവൻ അരികിൽ വരുവാൻ. കൃപകൾ തരുവാനാരുമില്ലിതുപോൽ ഒരുവൻ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി നമ്മെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും നമ്മെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമോ. അനുഭവമുള്ളവർ ചേർന്ന്. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇത്ര നല്ലവനാ പ്രിയനേ, ഈ ധാരയിൽ രുചിച്ചറിവാൻ. ഹല്ലേലൂയ. ഇത്ര നല്ലവനാ പ്രിയനേ, യെസ്, ഈ ധാരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കൊന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കൊന്നും താൻ മതിയാ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഓ, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ.
പ്രത്യാശയോടെ എന്നെ തൻ അരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിരുന്ന ഉത്തരാഭാവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പു. ഉത്തരാഭാവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പു. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും, ഹല്ലേലൂയ, ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. അനുഭവമുള്ളവർ ചേർന്ന് ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പരമാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, ഹല്ലേലൂയ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ജീസസ്, അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ചേർന്ന് പാടുമോ? എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാൻ ഇല്ലയേ, ദയയൊന്നു മാത്രം
യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, കൃപയും മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഓ കൃപയാ 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 കൃപയാ. ഓ കൃപയാ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാ കൃപയാ ലപ്പാ. ഓ കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് അത് അറിയാം? ഹല്ലേലൂയ. കൃപ അത് മാത്രമാണപ്പാ നിൻ്റെ സന്നിധിയിൽ അടിയും ഒരുമിച്ച് പിന്നെയും കടന്നു വരുവാൻ. ഹല്ലേലൂയ. അപ്പം ഞങ്ങളെ അവിടുന്ന് വഴി നടത്തിയ അവൻ്റെ കൃപ, അവൻ്റെ ദയ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ ആ ഇടങ്ങളിൽ കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് അത് നേരുള്ളവർക്ക് ഉചിതമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങളെയൊക്കെ അടിച്ച് നമ്മൾ ഒരു പഴയ ഗാനത്തിൻ്റെ അടികൾ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമല്ലോ. We worship you, Jesus. Hallelujah. Jesus, hallelujah. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ്റെയോ എന്നും ഉള്ളത്. യേശു നല്ലവൻ, ഓ അവൻ വല്ലവൻ, അവൻ്റെയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. സർവമഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഓ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. ഓ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ. ഓ hallelujah, amen, hallelujah, oh hallelujah, hallelujah. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേ
യേശുവിന് എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഓ എൻ്റെ കർത്താവേ ആമേൻ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ആമേൻ ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ആമേൻ ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. സർവമഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. സർവമഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി ഗമനത്തെ സുസ്ഥിരമാക്കി. ആമേൻ എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി ഗമനത്തെ സുസ്ഥിരമാക്കി. ഓ പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് ഓ സ്തുതികൾ തന്നെ. ഓ പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിന് ആമേൻ സ്തുതികൾ തന്നെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ആമേൻ എൻ്റെ കർത്താവേ ഓ എൻ്റെ ദൈവമേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഓ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ആമേൻ ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എല്ലാ മഹത്വവും ജ്ഞാനവും ഹല്ലേലൂയ. സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ശംതര വക്ഷതരേ
സ്വർഗീയ നല്ല പിതാവ്, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, നിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് നിന്നെ ആരാധിപ്പാൻ നീ ഇടയാക്കി നല്ല അവസരത്തിനായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുഷണദാസിനെ അവിടുന്ന് ബലപ്പെടുത്തും. നീ അടിയങ്ങൾക്ക് എന്ന് വേണ്ടിയത് അടിയങ്ങൾക്ക് തരും. അതിനായി സ്തോത്രം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം എൻ്റെ കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു ജിനി ബ്രദറെ. എൻ്റെ സങ്കേതവും ആദ്യത്തെ പാട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ ഏറ്റവും അടുത്ത തുണയും. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പാട്ടിൻ്റെ ഓരോ വരികളും നമ്മളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരുന്നു എന്ന്, ആശ്രയിപ്പാൻ ഇടമില്ല എന്ന് കണ്ടെടുത്ത് എൻ്റെ സങ്കേതമായി. സങ്കേതം എന്ന് പറയുന്നത് തന്നെ ശത്രുക്കൾ വരുമ്പോൾ ഒളിച്ച് പാർക്കുവാൻ, ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ഇടമാണ് സങ്കേതം എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അപ്പോൾ സങ്കേതമായിരുന്ന ഒരു ദൈവം, ക്ഷീണിതാവസ്ഥയിൽ എൻ്റെ ബലമായിരുന്ന ഒരു ദൈവം, ആരും തുണയില്ലെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് തുണയായി വന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ കൃപകളും കരുണകളും നമ്മൾ കഴിഞ്ഞ 2025 ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചവരാണ്. അനുഭവിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ നല്ലതായിരിക്കും. കാരണം ദൈവം നമ്മളുടെ ആരുടെയും ബലം കൊണ്ടോ നമ്മളുടെ ആരുടെയും ശക്തി കൊണ്ടോ അല്ല നമ്മൾ ആരും ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് കൂടിയിരിക്കുന്നത്. കാരണം പല മരണങ്ങൾ, പ്രിയപ്പെട്ടവർ പലര് മരണത്താൽ ഈ ലോകത്തിൽ നിന്ന് നീക്കപ്പെട്ടു. ചെറുപ്രായത്തിലുള്ളവർ നീക്കപ്പെട്ടു. പല ആപത്തുകളിൽ, അപകടങ്ങളിലൊക്കെ പെട്ടു. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മളെ കാത്തു പരിപാലിച്ച് ഈ 19-ാം തീയതി നമ്മൾക്ക് ഒരുമിച്ച്, നാട്ടിലെ 20-ാം തീയതി നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവം തന്ന കൃപകൾക്കായി നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. അവൻ എൻ്റെ സങ്കേതമാണ്, അവൻ എൻ്റെ കോട്ടയാണ്, അവൻ എൻ്റെ ഏറ്റവും അടുത്ത തുണയാണ്. ഇതാണ് ആയിരിക്കണം നമ്മളുടെ സാക്ഷ്യം. നമ്മൾക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. പ്രിയപ്പെട്ടവർ പലര് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിക്കുന്നവരുണ്ട്. ആ കുടുംബങ്ങളെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. മരണം ദൈവം നിശ്ചയമാണ്. അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് ഓർത്ത് ആ കുടുംബങ്ങൾക്ക് ആശ്വാസത്തിനും അവരുടെ പ്രത്യാശ വളർത്തുന്നതിനും വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഹോസ്പിറ്റലായിരിക്കുന്ന ജൊസായയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവസ്ഥകൾ അത്ര നല്ലതല്ല എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ. പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ ലഭിച്ച് വളരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ പറഞ്ഞതാണ്, ദൈവം പ്രാർത്ഥനകൾ തക്ക സമയത്ത്, അവൻ്റെ സമയത്ത് ഉത്തരം അരുളുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുപോലെ ക്രിസ്മസ് സമയമാണ്. പലരും യാത്ര ചെയ്യുന്നുണ്ട്. ബേച്ചാനൊക്കെ നാട്ടിലായിരിക്കുന്നു. അവരെയും ഓർത്ത്, യാത്ര ചെയ്യുന്ന മറ്റോരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗത്താൽ ബാധിച്ചിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർ കീമോയിലായിരിക്കുന്നവരുണ്ട്, ചിലർ റിമിഷനിലായിരിക്കുന്നവരുണ്ട്. അവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ പ്രാർത്ഥനകളാണ് അവർക്ക് തുണയായിരിക്കുന്നത്. അതുപോലെ കാൽ ആംബ്യൂട്ടേറ്റ് ചെയ്ത് ഹോസ്പിറ്റലായിരിക്കുന്ന ബാബു വർഗീസിനായി പ്രാർത്ഥിക്കാം. മിനിക്കായി പ്രാർത്ഥിക്കാം. അവരെ മാതാവിനെ, പിതാവിനെയും മകളെയും ദൈവം തൻ്റെ കരുണയുടെ കരത്തിൽ ഉള്ളിൽ പരിപാലിക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. മറ്റ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നമ്മളുടെ കോളേജിലും സ്കൂളുകളിലും ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കാരണം അവർക്ക് സെമസ്റ്റർ ബ്രേക്കാണ് ഇവിടെ ഇപ്പോൾ. എന്നാൽ പരീക്ഷകളും ഒക്കെ കഴിഞ്ഞ് അടുത്ത സെമസ്റ്ററിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വിവാഹിതരായി കുടുംബത്തിൽ പ്രശ്നങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ
മക്കൾക്ക് വേണ്ടി, അനന്തര തലമുറകൾക്ക് വേണ്ടി അവരെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഡ്രഗ് അഡിക്ഷനിലും ആൽക്കഹോൾ അഡിക്ഷനിലും മറ്റു വിധമായുള്ള അഡിക്ഷനിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ സീനിയർ സിറ്റിസൺസ് ജോയിൻ ചെയ്തിരിക്കുന്ന പലരും സീനിയർ സിറ്റിസൺസ് ആണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. തണുപ്പിൻ്റെ കാലത്തൊക്കെ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാതെ ദൈവം കാക്കുന്നതിന്, പ്രയാസങ്ങൾ ഉണ്ടായാൽ അതിന് തരണം ചെയ്യുവാനുള്ള ബലം കൊടുക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലും ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നടക്കുന്ന സുവിശേഷ വേലകൾ, പ്രയാസ പ്രതികൂലങ്ങളിൽ ഇരിക്കുന്നവർ പലരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്റ്റീവ് പാസ്റ്റർ യാത്രയിലായിരിക്കുന്നു, തന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഇപ്പോൾ രാജു ബ്രദർ പ്രാർത്ഥിച്ച് സഹായിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എങ്ങനെ നിന്നെ സ്തുതിക്കണം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങ് എത്ര നല്ലവനായിരുന്നു, അങ്ങ് എത്ര മതിയായവനായിരുന്നു കർത്താവേ. കഴിഞ്ഞ 12 മാസത്തോളം കർത്താവേ, കഴിഞ്ഞ 11 മാസം, ഹല്ലേലൂയ, ഈ ഒരു വർഷം അവസാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ കടന്നുപോയ പാതകളിലൊക്കെയും എന്റെ സാന്നിധ്യം തന്ന് ഒരു പെറ്റതളയേക്കാൾ ഉപരിയായിട്ട്, ഒരു പിതാവിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളെ സ്നേഹിച്ച് തലോടി ആശ്വസിപ്പിച്ച് കർത്താവെ, ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരുന്ന സ്ഥാനത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് നാവുകൾ പോരാ. ഞങ്ങളുടെ നാവുകൾ പോരാ കർത്താവെ. തന്ന നന്മകൾക്ക്, ചെയ്ത ഉപകാരങ്ങൾക്ക്, നടത്തിയ വഴികൾക്ക്, ഹല്ലേലൂയ, പരിപാലിച്ച വിധങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് നിന്റെ വചനത്തെ ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും ഹല്ലേലൂയ, അനർത്ഥവും ആപത്തും രോഗവും ദുഃഖവും കണ്ണുനീരും കഷ്ടവുമായി കഴിയുന്ന ഈ ലോകത്ത് കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ അടുത്ത തുണയായിട്ട്, ഞങ്ങളുടെ അടുത്ത സഖിയായിട്ട് കർത്താവേ, സ്തോത്രം. ഞങ്ങൾക്ക് അടുത്തു വരുവാൻ അങ്ങയുടെ മാർഗമല്ലാതെ, അങ്ങയുടെ പാതകളല്ലാതെ ഞങ്ങൾക്ക് എങ്ങും ഭയമില്ലപ്പച്ച. സ്തോത്രം. സ്വന്തമെന്ന് കരുതിയവർ, സ്വന്തമെന്ന് പറയുന്നവരൊക്കെയും കർത്താവേ പലപ്പോഴും മാറി നിന്ന് പോകും, ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളെ ഓരോ ദിവസവും പോറ്റി പുലർത്തുന്ന നല്ല ദൈവത്തിന് 1000 സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, സ്തുതിക്കുന്നു. ഈ സന്ധ്യാകാലം ഞങ്ങൾ കുടുംബങ്ങളായിട്ട് കർത്താവെ കൂടി വന്നിരിക്കുന്ന ഈ ഹല്ലേലൂയ മീറ്റിംഗിൽ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് കർത്താവെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയ പൈതൽ പാടിയതുപോലെ കർത്താവെ, ഞങ്ങളുടെ ഈ മൂടിയ വേളകളിൽ, ഞങ്ങളുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെയും ഞങ്ങളുടെ മരണത്തെയും ഹല്ലേലൂയ മുഖാമുഖമായി കണ്ട സമയങ്ങളിലൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനെന്ന് വചനത്തിൽ വായിക്കുക മാത്രമല്ല, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാൻ തന്ന നല്ല ഭാഗ്യ പദവിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളായിരുന്ന അന്ധകാരത്തിന്റെ അനുഭവങ്ങളിലൊക്കെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് നിന്റെ മക്കളാക്കി, നിന്റെ പ്രിയ മക്കളാക്കി തീർത്ത അങ്ങയുടെ കരുണയ്ക്കും സ്നേഹത്തിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം ഞങ്ങളെ മനസ്സോട് നിന്നെ ഒന്ന് സ്തുതിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ഹൃദയം തോന്നി നിന്നെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ കർത്താവേ. സ്തുതിക്കുന്നു. അങ്ങേ പോലൊരു ദൈവമില്ലല്ലോ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങ് മാത്രം സർവ സൃഷ്ടിയുടെയും ഉടമസ്ഥൻ. ഹല്ലേലൂയ. കരയുന്ന കാക്ക കുഞ്ഞിനും അതിൻ്റെതായ ആഹാരം കൊടുത്ത് പോറ്റി പുലർത്തുന്ന നല്ല ദൈവം ഞങ്ങൾക്കുള്ളത് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എളിയവരെ ആദരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്നതിന്റെ കർത്താവ്. അങ്ങേ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് ഭാഗ്യ പദവി ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പാടി നിന്നെ സ്തുതിപ്പാൻ നല്ല സമയത്തിനായി സ്തോത്രം. അതിനാണ് എന്റെ സഹോദരൻ നീ ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം. പിന്നെ കർത്താവേ, ഹല്ലേലൂയ, അനുഗ്രഹിക്കണമേ.
അനേകർക്ക് സന്തോഷമുള്ളവനാക്കി, അനേകർക്ക് സമാധാനം പകരുന്ന ഗാനങ്ങൾ പാടി ആശ്വസിപ്പാനുള്ള കൃപദാസിന് കൊടുത്ത് സഹായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹാലുലിയ സ്തോത്രം. ഈ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിനെ കർത്താവെ ചുമൽ കൊടുക്കുന്ന പ്രിയ കുടുംബങ്ങളെ, ഹാലുലിയ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസിനെയും ഹാലുലിയ സ്തോത്രം, പ്രിയ തോമസ് മത്തായി അങ്കിളിനെയും ലിൻഡ സിസ്റ്ററിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി കർത്താവെ ഇതിന്റെ ചുമക്കുവാൻ, ഇതിന്റെ ഹാലുലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ തക്കോണം നമ്മവന് കൊടുക്കി നമുക്ക് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നീ ബലപ്പെടുത്തണമേ, ശാരീരമായിട്ട് താങ്ങിക്കൊള്ളണമേ. ബലഹീനത കൊണ്ട് കർത്താവെ താങ്ങി നടത്തണമേ. ഹാലുലിയ സ്തോത്രം. അപ്പാ നീ ഏൽപ്പിച്ച ശുശ്രൂഷാക്കരിയത്തോളം ഹാലുലിയ സ്തോത്രം ഈ ദേശം ഭൂമി വിട്ടു പോകുന്നവരെയും കണ്ടിന്യൂ ചെയ്യാനുള്ള കൃപ നമുക്ക് കൊടുത്തവരെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവെ നീ ബലപ്പെടുത്തണമേ. ഹാലുലിയ സ്തോത്രം. അപ്പന് വേണ്ടി അധികം പ്രയത്നിപ്പാനുള്ള കൃപ മക്കൾക്കെല്ലാം കൊടുത്ത് സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ ശരീര ക്ഷീണരുണ്ട്, ബലഹീനരുണ്ട്, കർത്താവെ രോഗികളുണ്ട്, ദുഃഖിതരുണ്ട്, പലവിധമായ ഭയത്തിൽ, ഭാരത്തിൽ, പ്രയാസത്തിൽ, നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം കർത്താവെ ഹാലുലിയ സ്തോത്രം ഇതൊരു വിടുതലായിപ്പാൻ കഴിയുമല്ലോ. ഹാലുലിയ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാകിയാല് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. നിങ്ങൾ അറിയുന്നു, വ്യക്തിപരമായിട്ട്, കുടുംബങ്ങളായിട്ട്, സഭയായിട്ട് ഞങ്ങൾ അറിയുന്ന കർത്താവെ ആകിയാല് കർത്താവെ സന്ധ്യാകാലം നിന്റെ ദാസൻ കർത്താവെ പ്രവർത്തിച്ചതായ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും മേലും കർത്താവ് പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കർത്താവെ കീവോ കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നീർക്കൊക്കെ തക്കതായ വിടുതൽ കൊടുത്ത് തക്ക സമയത്ത് സമാധാനത്തോട് അവരായിരിക്കാൻ കൃപത കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആരോ ഹാലുലിയ സ്തോത്രം ഹോസ്പിറ്റലിലായിരിക്കുന്നതിൽ കേട്ടല്ലോ. ഹാലുലിയ സ്തോത്രം. ആ പ്രിയ പൈതലിന് പൂർണ്ണ സൗഖ്യം കൽപ്പിക്കണമേ. ദൈവത്തിന്റെ സ്തോത്രം. എന്ത് തന്നെയാണെങ്കിലും, ഏത് അസ്വസ്ഥയാണെങ്കിലും അപ്പനെ അറിയുന്നല്ലോ. ഹാലുലിയ സ്തോത്രം. സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ. ആകിയാല് ആമേൻ. ഹാലുലിയ നിന്റെ കരങ്ങളിലേക്ക് അഭിഷേകം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാട്ടിലെ പ്രിയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാത്രയാൻ ദാസൻ പാസ്റ്റർ സ്റ്റീവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനെ സൗഖ്യത്തോടെ ഹാലുലിയ മടക്കി എത്തിക്കണം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കർത്താവെ ഞങ്ങളുടെ എല്ലാ ഭാരവും, ദുഃഖവും, നെടുവീർപ്പും, കണ്ണുനീരും ഈ സന്ധ്യാകാലം നിന്റെ പാതപീഠത്തിൽ ഞങ്ങൾ അഴിച്ചു വെക്കുന്നു. ഞങ്ങളൊന്ന് സ്വതന്ത്രമായി നിന്നെ സ്തുതിക്കട്ടെ കർത്താവേ. ഹാലുലിയ സ്തോത്രം. ഞങ്ങളുടെ ചുമടൊഴിഞ്ഞവരായിട്ട് ഹാലുലിയ ക്രിസ്തുവിലൊന്ന് വിശ്രമിപ്പാൻ, ഹാലുലിയ കർത്താവിൽ നിന്ന് സന്തോഷിപ്പാൻ തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം പങ്കുവെക്കാൻ ദാസനെ നീ ഒരുക്കിയിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ കാലം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം കർത്താവേ ഹാലുലിയ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ മാറ്റിമറിക്കുന്നതാക്കി തീർക്കണമേ. ഹാലുലിയ ഞങ്ങൾ കേൾക്കുന്നവരായിട്ട് മാത്രമല്ല അതിന് പ്രവൃത്തിയുള്ളവരായി, അതിന് പ്രവൃത്തി ഹാലുലിയ അതിന് ഫലമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ. അടിയനെ തീർക്കണമേ. ഹാലുലിയ കൂടി വന്ന ജനത്തെ എല്ലാം നീ സഹായിക്കണോ പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം നടത്തിയല്ലോ, ഇവിടെ വരെ കൊണ്ടുവന്നല്ലോ. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ ആരും അറിയുന്നില്ല. ഭയവും ഭീതിയുമായി കർത്താവെ ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഹാലുലിയ അത്ഭുതം ചെയ്യുന്നൊരു ദൈവം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. അങ്ങ് വീണ്ടും വരും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് വേഗം വരുമല്ലോ. ഹാലുലിയ സ്തോത്രം. ഞങ്ങളുടെ കഷ്ടവും ദുഃഖവും കണ്ണീരും ഒക്കെ തുടച്ചു മാറ്റുന്ന, കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് കർത്താവെ ധൈര്യത്തോടെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. പിന്മാറി പോകുന്ന കൂട്ടത്തിൽ അല്ല, ഹാലുലിയ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഭയായിട്ട്, കുടുംബങ്ങളായിട്ട് സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിൽ പ്രായമുള്ളവരോട് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. ശരീരമായിട്ട് വളരെ ബലഹീനത അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, താങ്ങണമേ, സഹായിക്കണമേ. ഹാലുലിയ സ്തോത്രം. അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് തുണയുള്ളൂ കർത്താവെ. അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് തുണയുള്ളത് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവെ. സ്തോത്രം. മനുഷ്യരാശ്രയത്തെക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹാലുലിയ സഹായിപ്പാൻ കഴിയാത്ത പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത് ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു കർത്താവെ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോളേജുകളിലും സ്കൂളുകളിലും പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരൊക്കെ കടന്നു പോകുന്ന പ്രയാസ വേളകളൊക്കെ കർത്താവ് അറിയുന്നു. അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ അറിയുന്നു, സഹായിക്കണമേ. ആരും നൈവേദ്യപ്പെടുവാൻ അനുവദിക്കല്ലേ. ആരുടെയും ഹാലുലിയ നിത്യ നഷ്ടപ്പെടുത്തുവാൻ ആരെയും അനുവദിക്കരുത് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ദൈവകൃപയിൽ വളരട്ടെ. ഹാലുലിയ ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളട്ടെ കർത്താവെ. സ്തുതിക്കുന്നു. കുടുംബങ്ങളിൽ കർത്താവെ ഹാലുലിയ കുടുംബശ്രാവുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് തുണികളെ കർത്താവ് ഒരുക്കിയവരെ മാനിക്കവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കുടുംബശ്രായ ശേഷം
ശേഷം കർത്താവേ ഡിവോഴ്സും മറ്റുമായിട്ട് പ്രയാസത്തോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ, നിന്റെ വിടുതലവരെ ഹല്ലേലൂയ അയച്ചവരെ സഹായിക്കണമേ. നീ അവർക്ക് മധ്യസ്ഥരായിരിക്കണമേ, നീ അവർക്ക് സഹായിയായിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഹല്ലേലൂയ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ ചിറകിൽ മറയിൽ സൂക്ഷിക്കണമേ. അവർക്ക് വേണ്ടതായ ആലോചന അങ്ങ് കൊടുക്കണമേ. ഹല്ലേലൂയ, പോകേണ്ട പാത ഇതാകുന്നു, മകളെ ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള ഇമ്പവേറെ ശബ്ദം അവരെ കേൾപ്പിച്ചിട്ട് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഹല്ലേലൂയ ആശ്രയിപ്പാൻ, ഞങ്ങൾക്ക് ചാരുവാന് എൻ്റെ അപ്പൻ്റെ മാരണമല്ലാതെ ഒന്നുമില്ലേ ഞങ്ങൾ വീണ്ടും സമ്മതിക്കുന്നു. അല്പസമയം സന്നിധിക്കട്ടെ കർത്താവേ. നിന്റെ ആത്മാവിൽ കൂടി ദാസനോട് കൂടി നിങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ, അടിയനോട് സംസാരിക്കണമേ കർത്താവേ. ഞങ്ങൾ കേൾക്കുക ഹല്ലേലൂയ, നിന്റെ വചനം കേട്ട് ശക്തിപ്പെട്ട് ബലപ്പെട്ട് ഈ മരുഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം ചൂടേറിയ അനുഭവങ്ങളുടെ മധ്യത്തിൽ ധൈര്യത്തോടെ നിൽപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അന്ത്യത്തോളം നടത്തുന്ന ശക്തൻ. ഞങ്ങൾ ഉറച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ ഹല്ലേലൂയ ഭയവും ഭീതിയും മാറിപ്പോട്ടെ. ധൈര്യത്തിന്റെ ആത്മാവിനെ ഞങ്ങളെ ശക്തീകരിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണം. ഇത്രത്തോളം ഹല്ലേലൂയ അങ്ങ് മതിയായവനായി ഞാൻ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. പിന്നെ ഞങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൂടെ ഇരിക്കണം, കുറവുകളെ ക്ഷമിക്കണം. പരിശുദ്ധ രക്തമണികൾ ഒരിക്കൽ കൂടെ കഴിയും വിശുദ്ധീകരിക്കുകയും ചെയ്താട്ട് മാനവമോഹത്തിന്റെ അപ്പനെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, സ്തോത്രം. ആമേൻ, ആമേൻ. താങ്ക് യു രാജ. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഐ എം സപ്പോസ് ടു ബ്രിങ് ദ വേർഡ് ടുഡേ. ഇന്ന് പകൽക്കാലം ദൈവജനം നിങ്ങളോട് സംസാരിക്കേണ്ടത് ഞാനാണ്. എന്നാലും ഐ ഹാവ് സം ഡിഫിക്കൽട്ടീസ് ഹിയർ. ഞാൻ കഴിഞ്ഞ വൈകിട്ടാണ് പെട്ടെന്നൊരു അറേഞ്ച്മെന്റ് ചെയ്തത്. എൻ്റെ ഡിയർ ഫ്രണ്ട് പാസ്റ്റർ റോയ് വർഗീസ് കോന്നിയിൽ കൂടുതൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസനോട് പെട്ടെന്ന് വിളിച്ച് സംസാരിക്കുകയും ഒന്നും ചോദിക്കാതെ താൻ ഈ ശുശ്രൂഷ ചെയ്യാമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. മൈ വെരി ഗുഡ് ഫ്രണ്ട് വാസ് ഇൻ ടൊറാൻറ്റോ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വചന ശുശ്രൂഷകളും കർത്താവ് കൊടുത്തിരിക്കുന്ന പ്രകാശനങ്ങളൊക്കെ വളരെ ശക്തമായി അറിയിക്കുന്ന കർത്താവിന്റെ ദാസൻ. ഞങ്ങൾക്ക് പേഴ്സണലി ഒത്തിരി അനുഗ്രഹമാണ് കർത്താവിന്റെ ദാസൻ. ഇന്ന് പകൽക്കാലം ദൈവജനം നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഞാൻ ജോയിൻ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല, അതിന് ക്ഷമിക്കണം. നാട്ടിലായിരിക്കുന്നു. ഇന്ന് എമർജൻസി ആയിട്ട് ട്രാവലിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇലക്ട്രിസിറ്റി കഴിഞ്ഞ രാത്രി തൊട്ട് ഇവിടെ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാനിപ്പോ ചിന്തിക്കുകയായിരുന്നു, മീറ്റിംഗ് പ്രസംഗിക്കാൻ എടുക്കാഞ്ഞത് തന്നെ ഭാഗ്യമായി. കാരണം വൈഫൈ ഇസ് നോട്ട് ദേർ and I don't know how long it's going to go. But anyway, ദൈവം എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം 1 hour 45+ minutes 50+ minutes 1 hour close to 1 hour കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയ് ദൈവജനം നമ്മോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ റോയ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ശബ്ദം ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുകയാണ്. ആരെങ്കിലും ഒന്ന് കൈപൊക്കി കാണിക്കും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന്റെ സ്തോത്രം കരയിട്ടുന്നു. ആമേൻ. ഇങ്ങനെ ഈ സൂം മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ വചനത്തിന്റെ സാക്ഷിയാകുവാൻ, പ്രഭാതം എന്ന് പറയുന്നത് ഞാൻ കേരളത്തിലിരുന്നുകൊണ്ടാണല്ലോ ആമേൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നിങ്ങളോടൊപ്പം ആകുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ ഡിവൈസിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നതിൽ കർത്താവിന്റെ ദാസൻ ശ്രീവാസി ഒഴികെ വേറെ ആരെയും എനിക്ക് പരിചയമുള്ളവരല്ല. ആമേൻ. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആമേൻ ഈ വാർദ്ധക്യത്തിലും വളരെ ശുഷ്കാന്തിയോടെ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ആമേൻ ചുമതല വഹിക്കുന്ന പ്രിയ തോമസ് അങ്കിളിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ ദാസൻ ശ്രീവാസ് ഓർപ്പിച്ചതുപോലെ ഇന്നലെ സായംവേളയിലാണ് കർത്തദാസൻ വിളിച്ച് ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് പറയാനിടയായി തീർന്നത്. കഴിഞ്ഞ ചില മാസങ്ങൾ കാനഡയിൽ വിസിറ്റ് ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായിട്ട് അവസരങ്ങൾ നൽകിയപ്പോൾ കർത്തദാസനെ ഇവിടെ വെച്ച് പരിചയപ്പെടുവാനിടയായി. ധാരാളം കർത്തദാസന്മാരെ ഈ തവണത്തെ ഞങ്ങളുടെ യാത്രയിൽ പരിചയപ്പെട്ടെങ്കിലും ഹൃദയംഗമായിട്ട് ഇഴയെടുപ്പമുള്ള ഒരു ആത്മബന്ധം കർത്തദാസൻ പ്രിയ സ്റ്റീവ് പാസ്റ്ററുമായിട്ട് കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് ലഭ്യമായതിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ ശ്രേഷ്ഠമായ നിലയിൽ ടൊറോണ്ടോയിലുള്ള വളരെ അനുഗ്രഹീതമായ ആ സഭയ്ക്ക് ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം കരയറ്റുന്നു. ഇന്ന്
ഈ സൂം മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്ന എല്ലാ പിതാക്കന്മാർക്ക്, മാതാക്കൾക്ക്, എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിലുള്ളതായ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കൃത്യദാസൻ പറഞ്ഞതുപോലെ എന്റെ പേര് റോയി വർഗീസ് എന്നാണ്. എന്റെ സ്വദേശം കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ ചിങ്ങമനത്താണ്. എന്നാൽ ഇപ്പോഴൊക്കെ കഴിഞ്ഞ 15 വർഷങ്ങളായി കർത്താവ് നൽകിയ ഒരു നിയോഗപ്രകാരം പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്ക് സമീപം കൂടൽ എന്ന പ്രദേശത്ത് കടന്നു വന്ന ഒരു പുതിയ പ്രവർത്തനത്തിന് ആരംഭം കുറിക്കുവാൻ കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഈ ദേശത്ത് കർത്താവിൽ നിലനിൽപ്പാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകി. ദൈവത്തിന് കൃപയാൽ ദൈവം ഞങ്ങളെ നിലനിർത്തി പരിപാലിച്ചു. ഒരു ചെറിയ കൂടിവരവ് ഇവിടെയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് പ്രവർത്തനങ്ങളെ ഇത്രത്തോളം വിശാലമാക്കിയതിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവം 2 കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മൂത്തത് മോനാണ്, കുടുംബസ്ഥനാണ്, അവന് കാനഡയിലായിരിക്കുന്നു. ഇതൊരു മോളാണ്, ഒരു BS നേഴ്സാണ്. ഇപ്പോൾ ജോലിയുള്ള ബന്ധത്തിൽ മംഗലാപുരത്തായിരിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ ജയോത്സവമായിട്ട് ഇത്രത്തോളം നടത്തിയ പരിപാലിച്ചുള്ള വിശ്വസ്തകൾക്കായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്താണ് സൂം മീറ്റിംഗ് വളരെ പ്രസക്തമായിട്ട് അനേക സൂം മീറ്റിങ്ങുകൾ ആരംഭിക്കാനിടയായി തീർന്നു. ലോകം മുഴുവൻ മരവിച്ച് നിന്ന കാലഘട്ടത്തിൽ നിശ്ചയമായിട്ടും അത് ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു വലിയ നന്മയായിരുന്നു. അത് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവമക്കൾക്ക് വളരെ അനുഗ്രഹീതമായ ആത്മീക ബലവും ശക്തിയും ഒക്കെ പ്രാപിച്ചെടുക്കാനായിട്ട് കർത്താവ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അത് നിമിത്തം ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. അങ്ങനെ ആരംഭം കുറിപ്പിക്കപ്പെട്ട പല സൂം മീറ്റിങ്ങുകളും പിന്നീട് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയപ്പോൾ പലതും നിന്നുപോയി. എന്നാൽ ഇന്നും വളരെ ശക്തമായിട്ട് ഇത്രയേറെ ഡിവൈസുകളോടുകൂടെ ഈ സൂം മീറ്റിംഗ് മുൻപോട്ട് പോകുന്നതിന് കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. നിശ്ചയമായിട്ടും പ്രാർത്ഥനയും ആരാധനയും ദൈവവചനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും ബലമാണ്, കരുത്താണ്, ശക്തിയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് തളർച്ചകളിൽ, ഭാരങ്ങളിൽ നമ്മൾ എന്നും എപ്പോഴും നമ്മൾ ഒരുപോലെ സ്ഥിരതയുള്ളവരല്ല പ്രിയപ്പെട്ടവർ. എത്ര ആത്മീക മൂല്യങ്ങളിൽ എത്ര ശക്തമായ നിലയിൽ അഭിഷേകത്തിൽ ഉറച്ചു നിൽക്കുന്നവരായാലും മനസ്സ് പാടിയും തളർന്നും ക്ഷീണിച്ചുമൊക്കെ പോകുന്ന ഒട്ടനവധി അനുഭവങ്ങളും അവസരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. നമുക്കറിയാം, നമ്മുടെ ആത്മീക ജീവിതത്തിൽ എല്ലാ ദിവസവും സ്റ്റേബിൾ ആയിട്ട് ഒരുപോലെ ഒന്നും പ്രാർത്ഥിച്ച് മുന്നേറാൻ നമുക്ക് കഴിയത്തില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടോ നമ്മൾ ബലഹീനരായിട്ടോ അല്ല. ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ നമ്മൾ അങ്ങനെയായി പോകും. അങ്ങനെയൊക്കെ സന്ദർഭങ്ങളിൽ ദൈവം ഇങ്ങനെ ഒരുക്കി തരുന്ന ചെറിയ ചെറിയ വചനത്തിന്റെ അപ്പനുറുക്കുകൾ ഇതിനകത്തൂടെയൊക്കെ ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീയ വീര്യമാണ്, ബലമാണ്. പിന്നെയും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കരുത്തും ശക്തിയും ബലവും പകർന്ന അനുഭവങ്ങളാണ്. അതിനായിട്ടൊക്കെ കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്ന് പകൽക്കാലം വന്ദനം ചെയ്തുകൊണ്ട് ദൈവം എന്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ച ഒരു തിരുവചന ഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ തിരുവചന ഭാഗമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. വളരെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ തിരുവെഴുത്ത് ഭാഗമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ചതഞ്ഞയോട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. നമുക്കറിയാം, ഈ 42-ാമത്തെ അധ്യായം യെശയ്യാ പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടിന്റെ പ്രദർശനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിനകത്ത് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഒരു പ്രധാന സ്വഭാവത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവന്റെ മനുഷ്യനോടുള്ള മനോഭാവത്തെ കുറിച്ചുള്ള ഒരു പ്രസക്തമായ പ്രതിപാദനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. നമുക്കറിയാം, ഈ ഓട എന്നുള്ളത് ഒരു നമ്മുടെ ഈറ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വളരെ ബലഹീനമായ ഒരു സസ്യത്തെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. അകത്ത് കാതലില്ലാത്ത പൊള്ളയായിരിക്കുന്ന കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി മുലഞ്ഞു പോകുന്ന ഒരു സാധാരണ സസ്യമാണ് ഓട എന്നുള്ളത്. അത് ചതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് കളയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ചതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരെ നിർത്തുക, അതിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതിന് ആരും ശ്രമിക്കാറില്ല. ചതഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒടിച്ചു കളയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ കർത്താവിന്റെ ആ വലിയ പ്രവൃത്തിയെ കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാൻ എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ കർത്താവിന്റെ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ചതഞ്ഞയോടെ ഒടിച്ചു കളയുക എന്നുള്ളതല്ല. മനുഷ്യർ പലപ്പോഴും ഒരു ബലഹീനത വന്നാൽ, ഒരു ചെറിയ വീഴ്ച വന്നാൽ, ഒരു വലിയ പകർച്ച വന്നാൽ എങ്ങനെയും ഇടിച്ചു തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, അതിന്റെ ബാലൻസ് ആയിട്ട് പേര് പോലും ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തില്ല. അത് ആത്മീയ ലോകമായാലും ഭൗതിക ലോകമായാലും പ്രിയരെ,
വിഭിന്നമല്ല കാര്യങ്ങൾ എന്നുള്ളത്. അവൻ ഒരു ചെറിയ ബലഹീനതയിൽ ഒരു ചെറിയ പോരായ്മ വന്നാൽ അവനെ കരം താങ്ങി എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് അവൻ ഈ നാളുകളിൽ പലയിടങ്ങളിലും കാണാൻ കഴിയാത്ത ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. അതിന്റെ ബാലൻസ് ആയിട്ട് അവന് മുകളിലേക്ക് പിന്നെയും ഭാരമേറിയ കല്ലുകളെ വെച്ച് അവനെ ഇടിച്ച് ഇല്ലായ്മ ചെയ്ത് തകർത്ത് ഒതുക്കിക്കളയുവാനായിട്ട് ലോകം വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടത്തില് ആമേൻ നാം സേവിക്കുന്ന, നാം സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവത്തെ കുറിച്ച് പറയുകയാ. ചതഞ്ഞയോടെ അവൻ ഉടിച്ചു കളയുന്നവനല്ല, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തിരിയെ ഊതിക്കെടുത്തിക്കളയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അവൻ പുകഞ്ഞ് ആമൻ തീരാറായ, എണ്ണ വരണ്ട് തീർന്നു പോയ, അല്ലെങ്കിൽ ആമൻ തീർന്നു തുടങ്ങിയിരിക്കുന്ന ഒരു തീരിയിലേക്ക് ഒരു ചെറിയ കൈകൊണ്ട് ഒരു ചെറിയ കാറ്റ് വീശിയാൽ തന്നെ ആമേൻ അത് പെട്ടെന്ന് കിടത്തിക്കളയാൻ എളുപ്പമുള്ള കാര്യമാണ്. ആമേൻ. അതാണ് ലോകം ചെയ്യുന്നത്, മനുഷ്യൻ ചെയ്യുന്നത്. ആമേൻ. പ്രായമായാൽ, വാർദ്ധക്യമായാൽ, ഇനി പ്രയോജനമില്ലെന്ന് കണ്ടാൽ, ആദായമില്ലെന്ന് കണ്ടാൽ ആമേൻ എങ്ങനെയെങ്കിലും ഈ ബാധ ഒഴിച്ചു കളയാൻ സ്വന്തം തലമുറ പോലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ ലോകം സഞ്ചരിക്കുമ്പോൾ ആർക്കുമാരെ സഹിക്കാനോ ആർക്കുമാരെ വെച്ചുപുറപ്പിക്കാനോ കഴിയാത്ത മനസ്ഥിതിയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ആമേൻ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ആമേൻ ഇന്ന് ആമേൻ കർത്താവിന്റെ വചനത്തിനകത്തൂടെ ദൈവം നമ്മളോട് പ്രകാശിപ്പിക്കുന്ന ഒരു തിരുവചന സത്യമാണ്. ആമേൻ. എന്നാൽ എനിക്കും നിനക്കും ഒരു നല്ല കർത്താവുണ്ട്. ആമേൻ. 50 വർഷം മുമ്പോ 30 വർഷം മുമ്പോ 20 വർഷം മുമ്പോ ആമേൻ നീ നിന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി കൈമാറി കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നിന്നെ അവൻ വിളിച്ചു ചേർത്ത് അവൻ നിന്നെ ചേർത്ത് പിടിച്ച് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ആർക്കും വേണ്ട എന്ന് നിനക്ക് തോന്നിയാലും അവൻ നിന്നെ വേണ്ടെന്ന് വെക്കാത്ത ഒരു നല്ല ഉടയവൻ നിനക്കുണ്ട്. പലർക്കും മുമ്പിൽ നീ ഒരു ബാധ്യതയാണെന്ന് നിനക്ക് തോന്നിയാലും അവൻ ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞേ അവൻ നിന്റെ അവസാന ശ്വാസം വരെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. പുകയുന്നതിനെ കെടുത്തിക്കളയാൻ പലരും പരിശ്രമിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുകയാണ്. ആമേൻ. നിന്നെ ആമേ ഊതിക്കെടുത്തി കളയുന്നവനല്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാതെ അതിനെ പിന്നെയും ആളിക്കത്തിക്കുവാൻ, അതിന് വേണ്ടുന്ന എണ്ണ പകർന്നു തരുവാൻ, അതിന് പിന്നെയും ഊർജം പകർന്നു തരുവാൻ, അതിന് പിന്നെയും വെളിച്ചം പകർന്നു തരുവാൻ ആമേൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല കരുത്തുള്ള കർത്താവുണ്ട്. ഇന്ന് പ്രഭാതത്തിനകത്ത് ഞാൻ ഈ ദൂത് സംസാരിക്കുമ്പോൾ ആമേ ഹൃദയം പാടി ക്ഷീണിച്ച് ചില വാക്കുകൾക്കകത്ത് വല്ലാതെ മുഖം പാടി ആമേ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെട്ട് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ചില ആരോടോ പരിശുദ്ധാത്മ ഇടപെടുകയാ. ഈ ദിവസങ്ങളിൽ നിന്നെ തള്ളിക്കളയാതെ നിന്നെ ചേർത്ത് പിടിച്ച് ആമേൻ ദിവസങ്ങളിൽ പല പോരായ്മകൾ നിനക്കുണ്ട് എങ്കിൽ തോന്നിയാലും ആമേനെ പോരായ്മകളിൽ ഒന്നും വകവെക്കാതെ ആമേ പിന്നെ നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ ആളിക്കത്തിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നിന്നെ കരം പിടിച്ച് നിന്നോട് കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ മനുഷ്യന്റെ വാക്ക് കേട്ട് നീ നിരാശപ്പെടേണ്ട, മനുഷ്യന്റെ വാക്കുകൾ കേട്ട് നീ ആകുലപ്പെടേണ്ട, നിന്നെ ചേർത്ത് പിടിച്ച് പിന്നെ കരുതുവാൻ ആമേ ഈ ദിവസങ്ങൾ വീണു പോകുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന നിനക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധം പറയുന്ന ആമേൻ താഴെ ഒരു കരത്തിന്റെ കരുതൽ പകർന്ന് നിന്നെ ഉയർത്തി നിർത്തി സഹായിക്കുന്ന ഒരു നല്ല നാഥൻ നിനക്കുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയരെ ആമേൻ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത നാം ആരെന്ന് അറിഞ്ഞിട്ടാ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. കർത്താവ് നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ? ആമേൻ. ആമേൻ. സുവിശേഷത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആമേൻ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. എങ്ങനെയാ നമ്മളെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മളിപ്പം അവൻ ഒരു ഷർട്ട് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു സാരി വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു ചുരിദാർ വാങ്ങാനായിട്ട് നമ്മളൊരു അവൻ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകുക. ആമേൻ. അവിടെ ചെല്ലുമ്പോ ആമേൻ ധാരാളം ഒരേ ഒരു ബ്രാൻഡ് നമ്മൾ പ്രിഫർ ചെയ്താൽ ആ ബ്രാൻഡിൽ തന്നെ നമുക്ക് വേണ്ടുന്ന സൈസിൽ ധാരാളം ആമേൻ ഷർട്ടുകൾ അവിടെ കിടപ്പുണ്ട്, ധാരാളം കിടപ്പുണ്ട്, ഇഷ്ടം പോലെ പല കളറുകളിലുള്ളത് പല കിടപ്പുണ്ട്. ആമേൻ. നമ്മൾ പലതും ഇങ്ങനെ തെരഞ്ഞ് ആമേൻ അതിനകത്തുനിന്ന് ഒരു 3-4 എണ്ണം സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെയും അതിനെ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ആമേൻ അതിനകത്ത് നമുക്ക് ഏറ്റവും മനസ്സിന് താല്പര്യപ്പെടുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 1-2 നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്യുകയാണ്. ആമേൻ. അതേ കമ്പനിയുടെ അല്ലെങ്കിൽ അതേ ബ്രാൻഡിന്റെ ആമേൻ അതേ സൈസിലുള്ള ധാരാളം ഷർട്ടുകൾ കിടക്കുമ്പോൾ ആമേൻ അതിനിടയിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഏറ്റവും ബോധിച്ച 1-2 നമ്മൾ ചൂസ് ചെയ്ത് ആമേൻ അതിനെ ബില്ല് ചെയ്ത് ആമേൻ അതിനെ നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിക്കാനായിട്ട് തെരഞ്ഞെടുക്കുകയാ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു ക്രിസ്തു നമ്മളെ തെരഞ്ഞെടുത്തതാ. എങ്ങനെയാ തെരഞ്ഞെടുത്തതെന്ന് അറിയാമോ? ആമേൻ. ആമേൻ. നിങ്ങൾ പാർക്കുന്ന ചുറ്റുപാടുകളിൽ നിങ്ങളെക്കാൾ ധനമാഹാത്മ്യം ഉണ്ടായിരുന്ന, വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന, നിങ്ങളെക്കാൾ കുടുംബശ്രേഷ്ഠത ഉണ്ടായിരുന്ന, എല്ലാം കൊണ്ടും ഉന്നതമായ പദവിയുണ്ട് എന്ന് അഭിമാനിച്ചിരുന്ന ആമേൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുള്ളപ്പോൾ അവരുടെ ഇടയിൽ അവരെ ആരെയും ബോധിക്കാത്തതൊന്ന് നിന്നിൽ ദൈവത്തിന് ബോധ്യം തോന്നി. അവൻ
അവരെ ആരെയും തെരഞ്ഞെടുക്കാൻ ദൈവത്തിന് മനസ്സ് തോന്നാതിരുന്നപ്പോൾ അതിന്റെ നടുവിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നിയെങ്കിൽ ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ എത്ര പ്രഷ്യസ് ആണ്, ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ എത്ര സ്ഥാനമുള്ളവരാണ്, ദൈവത്തിന്റെ ചിന്താഗതിയിൽ നമുക്ക് എത്രത്തോളം ആമേൻ ദൈവത്തിന്റെ കരുതലുള്ളവരാണ്. പലരെയും തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് അവൻ നമ്മളെ തെരഞ്ഞെടുത്തതാ. എന്തിന്? ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ, കർത്താവിനെ ആശ്രയിക്കുവാൻ, കർത്താവിനെ വിശ്വസിക്കുവാൻ അവൻ നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആമേൻ പലരുടെയും മുമ്പിൽ നീ ഒരു പോരായ്മയാണെന്ന് തോന്നിയാലും, പലരുടെയും മുമ്പിൽ നീ കൊള്ളത്തില്ലെന്ന് തോന്നിയാലും, അവൻ നീ ഒരു അധികപ്പറ്റാണെന്ന് തോന്നിയാലും, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ആമേൻ കുഞ്ഞെ, നീ ഒരു അധികപ്പറ്റായിട്ടല്ല ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. ആമേൻ നീ പലർക്കും ഒരു ബാധ്യതയെന്ന് നിനക്ക് തോന്നിയാലും നീ എനിക്ക് ബാധ്യതയല്ല. എന്റെ കണ്ണിൽ പലരേക്കാൾ നീ മെച്ചമായതുകൊണ്ടും എന്റെ ദൃഷ്ടിയിൽ പലരേക്കാൾ നീ മേത്തരമാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടുമാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മനുഷ്യന്റെ വാക്ക് കേട്ട് നീ നിരാശപ്പെടേണ്ട, ഉള്ളം കലങ്കണ്ട, ആകുലപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. എന്റെ കർത്താവിന്റെ ദൃഷ്ടിയിൽ അവൻ അത്രത്തോളം പ്രിയകരമായിട്ടുള്ളത് കൊണ്ടാ നിന്നെ അവൻ തിരഞ്ഞെടുത്തതെങ്കിൽ നിന്നെ കുറിച്ചൊരു ദൈവിക ഉദ്ദേശമുണ്ട്, നിന്നെ കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ചൊരു ദൈവിക നിർണയമുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിന് അതിനുവേണ്ടി ആ സ്വർഗ്ഗം നമ്മളെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുന്നവനല്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയുന്നവനല്ല. ദൈവം നമുക്ക് അനുവദിക്കുന്ന ചില പ്രത്യേകമായ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ മറുപടി ഇല്ലാത്ത ഒരു കാലഘട്ടം, ഉപവസിച്ചാൽ മറുപടി ഇല്ലാത്ത ഒരു കാലഘട്ടം, എത്ര കരഞ്ഞാലും ചിലപ്പോൾ മറുപടി ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്കൊക്കെ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അവൻ അത് ഓരോരുത്തർക്കും വിഭിന്നമാണ്, ഓരോ സാഹചര്യങ്ങൾ വിഭിന്നമാണ്, ഓരോ പരിശോധനകൾ വിഭിന്നമാണ്. എന്നാൽ ഇന്ന് പൈകവേള ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആമേൻ, അത് അവസാനമല്ല. അതുകൊണ്ട് നീ അങ്ങനെ അസ്തമിക്കാനല്ല ദൈവം അനുവദിക്കുന്നത്. ആ ബ്രാക്കറ്റ് പീരീഡ് പൊളിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ചതഞ്ഞയോടെ ഒടിക്കാതെ പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആമേൻ. പഴയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് ഇയ്യോബ് എന്ന ദൈവത്തിന്റെ ഭക്തൻ. അവൻ ഇയ്യോബിനെ കുറിച്ച് ദൈവം തന്നെ പറയുന്ന സാക്ഷ്യവാചകങ്ങളുണ്ട്. ഇന്ന് പലപ്പോഴും മനുഷ്യന്റെ സാക്ഷ്യവാചകങ്ങളും മനുഷ്യൻ പറയുന്ന ആമേൻ ആമേൻ നല്ല ഭംഗിവാക്കുകളും കേൾക്കാനായിട്ട് പലർക്കും താല്പര്യമാണ്. ആമേൻ. ചിലരൊക്കെ ചില വേദികൾ സംഘടിപ്പിക്കുന്ന പോലും അവരെ കുറിച്ച് ഒത്തിരി പറയുന്നത് കേൾക്കാനായിട്ട്, അത് കേട്ടൊരു സുഖം പ്രാപിക്കാനായിട്ട് നോക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇയ്യോബ് എന്ന ഭക്തനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആമേൻ അവിടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് ആമേൻ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം അവൻ സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം സാത്താനോട് പ്രത്യേകമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അതിലെ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുപോ, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. ദൈവം തന്നെ സാത്താനോട് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന സാക്ഷ്യവാചകമാണ്. അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. മനുഷ്യരെ കുറിച്ച് നല്ലത് പറയിപ്പിക്കാനായിട്ട് പലരും ഒത്തിരി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സർവശക്തനായ ദൈവം ഹൃദയങ്ങളെയും ചിന്തനകളെയും ഉൾപ്പുളവുകളെ പോലും ആരാഞ്ഞറിയുന്ന സർവശക്തനായ ദൈവം ഇയ്യോബ് എന്ന ഭക്തന്റെ ജീവിതത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ദൈവം ഇതുവരെ അവനിൽ കണ്ട ചില ക്വാളിറ്റികളെ സാത്താന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാ. അവൻ നേരുള്ളവനാണ്, അവൻ നിഷ്കളങ്കനാണ്, അവൻ ദൈവഭക്തനാണ്. അവൻ ദോഷം കണ്ടാൽ അതിനോട് ചേർന്ന് നിന്നിട്ട് പിന്നെ ദൈവമേ സോറി പറയുന്നവനല്ല, ദോഷം കണ്ടാൽ ആ ദോഷം വിട്ടോടിപ്പോകുന്നവനാണ്. അത്രത്തോളം പരമാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തനാണ് ഇയ്യോബ് എന്ന് മനുഷ്യരാരുമല്ല സാക്ഷ്യം പറയുന്നത്. സർവശക്തനായ ദൈവം സാത്താന്റെ മുമ്പിൽ തന്റെ ഭക്തനെ കുറിച്ച് സാക്ഷ്യം പറയുകയാ. ഇപ്പോ സാത്താൻ ഒരു പഴുത് കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ ദൈവത്തോട് പറയുകയാണ്, വെറുതെയാണോ അവൻ ഇങ്ങനെ ഭക്തനായിട്ടിരിക്കുന്നത്? വെറുതെയാണോ അവൻ ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നവനായിട്ടിരിക്കുന്നത്? നീ അവനുള്ള സകലതിനും ചുറ്റും വേലി കെട്ടി കാത്തിരിക്കുകയല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവനും അവന്റെ വീടിനും അവനുള്ള സകലതിനും ചുറ്റും വേലി കെട്ടിയിട്ടല്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ധാരാളം സമ്പത്തും നീ അവന് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ബേസിലാണ് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവൻ പറയുന്നത്. അല്ലെങ്കിൽ നിന്നെ അവൻ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷനകത്ത് നീ അവനെ നിർത്തിയിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവന് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ഈ അതിരിനകത്ത് അവനെ കാക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നോട് ഭക്തനായിരിക്കുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ അവൻ നിന്നെ തള്ളിക്കളയും, നിന്റെ മുഖത്ത് നോക്കി നിന്നെ തിരിച്ചു പറയുമെന്ന്
പിശാച് സാത്താൻ ദൈവത്തോട് വെല്ലുവിളിക്കുകയാ. ആമേൻ, ദൈവം സാക്ഷ്യം പറഞ്ഞവനെ കുറിച്ച്. ആമേൻ, പ്രിയപ്പെട്ടവരെ, ആമേൻ, അത് കേട്ടപ്പോ ആമേൻ ദൈവം അവന് സാത്താൻ അനുവാദം കൊടുക്കുകയാ. ആമേൻ, ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്, ബാക്കിയൊക്കെ നിനക്ക് അവന്റെ മേൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. എന്നാൽ അവന്റെ മേൽ മാത്രം, അവന്റെ ശരീരത്തെ മാത്രം തൊടാതെ നിനക്ക് അവന്റെ മേൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു എന്ന് സാത്താൻ ഒരു അനുവാദം കൊടുക്കുകയാ. അവൻ ആ വാക്യത്തിനകത്ത് മറന്നിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമേ തന്നെ അവൻ പ്രത്യേകിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവിക പരിപാലനമുണ്ട് കേട്ടോ. അവൻ ദൈവിക കരുതലുണ്ട് കേട്ടോ. നമ്മുടെ പ്രാർത്ഥനകളൊന്നും അസ്ഥാനത്തല്ല പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ ഇങ്ങനെ സൂമിൽ കൂടി അവൻ ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലും ഭവനങ്ങളിലും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെയൊക്കെ അവൻ അനന്തരഫലം എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ഒരു പ്രാർത്ഥനാ വാചകം പോലും വെറുതെ അല്ല എന്ന് അവൻ ഇന്ന് അവൻ മറന്നു പോകരുത്. അവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ ഒരു ദൈവദാസൻ പറഞ്ഞ അവൻ താൻ അറിഞ്ഞ ഒരു അവൻ ആ കാര്യത്തിൽ നിന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. പ്രാർത്ഥനയുടെ പ്രസക്തിയെ കുറിച്ച്. അവൻ ഒരിക്കൽ നിന്ന് സ്കോട്ട്ലൻഡിൽ നിന്നൊരു മിഷണറിയായ ഒരു ദൈവദാസൻ ആത്മഭാരം കൊടുത്തിട്ട് ആഫ്രിക്കയിലേക്ക് കർത്താവിന്റെ വചനവുമായിട്ട് കടന്നു വന്നു. ദീർഘവർഷങ്ങൾ ആഫ്രിക്കയിൽ താമസിച്ച് ആഫ്രിക്കയിൽ കർത്താവിന്റെ നാമത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ തന്റെ ചെറിയ കുടിലിനകത്ത് ഇരിക്കുന്ന സമയത്ത് അവൻ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അവൻ ഇനി മേലാൽ നിന്നെ ആഫ്രിക്കയിൽ കണ്ടുപോകരുത്. നാളെ അവൻ ഈ സമയത്തിനകത്ത് ഈ രാജ്യം വിട്ടത് പൊക്കോണം, നിന്റെ രാജ്യത്തേക്ക് മടങ്ങിക്ക് പൊക്കോണം. അവൻ അല്ല, നീ ഇവിടെ തുടരാനാണ് ഭാഗമെങ്കിൽ അവൻ നിന്നെ ഇവിടെ ജീവനോടെ ഞങ്ങൾ വെച്ചേക്കത്തില്ല. നാളെ ഈ സമയത്തിനകത്ത് നിന്നെ ഞങ്ങൾ അസ്തമിപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ കൊന്നുകളഞ്ഞിരിക്കും. ആമേൻ, ഇതൊരു വെറും വാക്കല്ല. ആമേൻ, വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. ആമേൻ, നാളെ ഈ രാജ്യം വിട്ടു പൊക്കോണം. ആ ദൈവദാസൻ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോയി. അദ്ദേഹം അന്ന് രാത്രിയിൽ ഉറങ്ങാതെ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഇരിക്കുകയാ. ആമേൻ, ചെറിയൊരു ശബ്ദം പുറത്ത് കേൾക്കുമ്പോൾ താനാ ആമേൻ കൊച്ചുകുട്ടിന്റെ ജനലിനകത്തോട് നോക്കും, ആമേൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാനായിട്ട്. അങ്ങനെ അന്ന് രാത്രി താൻ വളരെ ഭയപ്പാടോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, നീ നൽകിയ ദർശനത്തിൽ ഞാൻ വന്നതാ. ആമേൻ, അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഒന്നും സംഭവിച്ചില്ല. പിറ്റേന്ന് നേരം വെളുത്തു. ആമേൻ, ആ ദിവസം മുഴുവൻ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ആമേൻ, ആ ദൈവദാസൻ വീണ്ടും തന്റെ പ്രവർത്തനങ്ങൾ ആമേൻ മുൻപോട്ട് കൊണ്ടുപോവുകയാ. അങ്ങനെ ഒരു ദിവസം ആമേൻ ചില മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം താനിങ്ങനെ സുവിശേഷവുമായിട്ട് ആമേൻ ചില ഗ്രാമങ്ങളിൽ കടന്നു പോകുമ്പോൾ ആമേൻ ഒരു ദിവസം ചെന്നുപെട്ടത് തന്നെ കൊന്നുകളയും എന്ന് തന്റെ മുമ്പിൽ വന്ന് വെല്ലുവിളിച്ച മനുഷ്യന്റെ വീട്ടിലാണ് സുവിശേഷം പറയാൻ കയറി ചെന്നത്. ആമേൻ, അവിടെ ഇരുന്നു കൊണ്ട് ആ മനുഷ്യനോട് യേശു ക്രിസ്തുവിനെ പങ്കുവെച്ചു. കൃപയാൽ അന്ന് ആമേൻ ആ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ദൈവം അവസരം ഒരുക്കി. ആമേൻ, പിന്നീട് ഓരോ ദിവസങ്ങളും ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് വചനം പഠിക്കാൻ തുടങ്ങി. തുടർന്ന് പല ദിവസങ്ങളിൽ ആ ദേശത്തുള്ള അനേക ഇടങ്ങളിൽ സുവിശേഷീകരണത്തിനായിട്ട് ഈ കർത്തൃദാസനോട് കൂടെ ആമേൻ ഈ മനുഷ്യനും പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ചേറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ ഒരു ദിവസം ഈ ദൈവദാസൻ ഈ മനുഷ്യനോട് ചോദിച്ചു, അല്ല ആമേൻ, അന്ന് സഹോദര എന്റെ അടുക്കൽ വന്ന് നീ ഭീഷണി മുഴക്കിയില്ലേ, അവൻ എന്നെ കൊന്നുകളയുമെന്ന്, എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൃത്യത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ നിങ്ങൾ പിൻവാങ്ങിയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആമേൻ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി കേട്ട് ഈ സുവിശേഷകനായിരിക്കുന്ന ദൈവദാസൻ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനായി പോയി. അദ്ദേഹം പറയുകയാണ്, ആര് പറഞ്ഞു ഞങ്ങൾ വന്നില്ലെന്ന്? ഞങ്ങൾ 4 പേർ ആയുധങ്ങളോടുകൂടെ അന്ന് രാത്രി നിന്നെ കൊല്ലാൻ ഞങ്ങൾ വന്നതാ. ഞങ്ങൾ അവിടെ വരുന്ന സമയത്ത് ആചാരബാഹുക്കളായ 32 മനുഷ്യർ നിന്റെ കുടിലിന് ചുറ്റും വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അതുപോലുള്ള ഒരു മനുഷ്യനെ ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഭയന്ന് അവൻ അവിടെ ഒന്ന് ജീവനം കൊണ്ട് തിരിച്ചോടുകയായിരുന്നു എന്ന് പറഞ്ഞു. ഈ ദൈവദാസൻ അന്തം വിട്ടുപോയി. 32 ആമേ ദൂതന്മാരെ എനിക്ക് വേണ്ടി ദൈവം കാവൽ നിർത്തിയോ? ആമേ അങ്ങനെ ആമേ ആ സാഹചര്യം കഴിഞ്ഞു. കുറച്ചേറെ ആമേ നാളുകൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആമേ വെക്കേഷനുള്ള ബന്ധത്തിൽ സ്കോട്ട്ലൻഡിലേക്ക് മടങ്ങിപ്പോയിട്ട് ആമേൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചർച്ചിലെ മീറ്റിംഗിൽ അദ്ദേഹത്തിന് സമയം കിട്ടിയപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ഈ അനുഭവ സാക്ഷ്യം അദ്ദേഹം പങ്കുവെച്ചപ്പോൾ ആമേൻ ആ ദൈവദാസൻ ആ മീറ്റിംഗിന് അനന്തരം ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ദൈവദാസൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആമേൻ ഈ സംഭവം നടന്നത് ഏത് ദിവസം ഏത് സമയത്താണെന്ന് ചോദിച്ചു. ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നുകൊണ്ട് സുവിശേഷകനായ കർത്തൃദാസൻ ഡയറി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അത് ഇന്ന ദിവസം ഇന്ന മാസം ഇത്രാം തീയതി ഇത്ര സമയത്താണ് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞു. ആമേൻ പെട്ടെന്ന് ഈ കർത്തൃദാസൻ ആമേൻ ആ ചർച്ചിന്റെ റെക്കോർഡ് ബുക്ക് എടുത്ത് നോക്കി. അപ്പോൾ ആ ചർച്ചിനകത്ത് ഓരോ ദിവസങ്ങളും നടക്കുന്ന ആക്ടിവിറ്റികൾ മുഴുവൻ ആമേൻ ഈ ദൈവദാസൻ ആമേൻ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ആമേൻ അദ്ദേഹം ആമേൻ തന്റെ റെക്കോർഡ് ബുക്ക് എടുത്ത് പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അതേ ദിവസം
അതേ സമയത്ത് ആ ചർച്ചിനകത്ത് 32 സഹോദരിമാർ കടന്നു വന്നിരുന്നു കൊണ്ട് ആഫ്രിക്കയ്ക്ക് വേണ്ടിയും ആഫ്രിക്കയുടെ സുവിശേഷീകരണത്തിന് വേണ്ടിയും ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടിയും ശക്തമായി പ്രാർത്ഥിച്ച ദിവസമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ആ 32 സഹോദരിമാർ സ്കോട്ട്ലൻഡിലെ ഒരു ചർച്ചിന്റെ മുറിക്കകത്തിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ആഫ്രിക്കയ്ക്ക് വേണ്ടിയും ആഫ്രിക്കയിലെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയും സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രി ജീവനെ ഭീഷണി ഉയർത്തപ്പെട്ട ഒരു ആഫ്രിക്കൻ മിഷണറിയുടെ അവനെ കുളിരിന് ചുറ്റും 32 ദൂതന്മാരെ കാവലാർത്തി നിർത്തി ഒരു ആഫ്രിക്കൻ സുവിശേഷകനെ പരിചരിച്ച ഒരു ദൈവപ്രവൃത്തിയുടെ മഹത്വം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാനിത് എന്തിന് പറഞ്ഞെന്നറിയാമോ? നമ്മൾ സൂമിനകത്ത് കയറിയായാലും അരമണിക്കൂർ ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊന്നും വൃഥാവല്ല പ്രിയപ്പെട്ടവരെ. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. നമ്മൾ നമ്മുടെ മുറിക്കകത്തിരുന്ന് നമ്മളൊരു സൂം മീറ്റിംഗിൽ കൂടെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ചിലർക്ക് ഒരു വലയമാണ്, ചിലർക്ക് ഒരു കോട്ടയാണ്, ചില രോഗപ്രയാസങ്ങളിൽ കിടക്കുന്നവർക്ക് സൗഖ്യമാണ്. ഇന്ന് പ്രഭാതത്തിൽ മറന്നു പോകരുത്. ഞാനിത് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചവനാ. 2020-21 കാലഘട്ടം നമുക്കറിയാം, ലോകം മുഴുവൻ സ്തബ്ധമായതാണ് കോവിഡ് നിമിത്തം. 2021 ജൂലൈ മാസം 11-ാം തീയതി എനിക്ക് കോവിഡ് പോസിറ്റീവായി. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ പ്രയാസകരമായിരുന്നു. ഏകദേശം 21 ദിവസങ്ങൾ വെന്റിലേറ്ററിനകത്ത് മരണത്തിനും ജീവനും ഇടയിലുള്ള നൂൽപാലത്തിൽ കൂടെ സഞ്ചരിച്ചവനാ ഞാന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോയി എന്ന് കോട്ടയം കാരിത്താസിലെ ഡോക്ടർമാർ മുഴുവൻ വിധി എഴുതിയ ഒരു സാഹചര്യം. എന്റെ അനുജന അവിടുത്തെ സ്റ്റാഫാണ്. ഒത്തിരി ഡോക്ടർമാരുമായിട്ട് വ്യക്തിപരമായ പരിചയമുണ്ട്. ആ ഡോക്ടർമാരുടെ വലിയൊരു ഗ്രൂപ്പ് എല്ലാ ദിവസവും എന്നെ നോക്കാനായിട്ട് അവിടെ വരുന്നുണ്ട്. ആ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, സുബോധത്തോടെ ഞാൻ കിടക്കുമ്പോൾ ഞാൻ തന്നെ അവിടെ നിന്ന് കേൾക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഒരു ഡോക്ടർ എന്റെ അനുജനെ വിളിച്ചിട്ട് പറയുന്നു, വിനോദേ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ്. മരുന്നുകൾക്കൊന്നും പ്രതികരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ശരീരം വളരെ ബലഹീനമാക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു വാക്ക് പോലും ഗ്യാരണ്ടിയായി പറയാൻ കഴിയാത്ത, ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ പരിശ്രമിക്കുന്നുവെന്ന് ഒരു ഡോക്ടർ എന്റെ അനുജനോട് ഫോൺ ചെയ്ത് പറയുന്നത് ഞാൻ ആ വെന്റിലേറ്ററിൽ കിടന്ന് കേൾക്കുന്നുണ്ട് പ്രിയരെ. എന്നാൽ അതിന് നടുവിൽ ലോകത്തെ ആർക്കും സഹായിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു മെഡിസിൻസിനും ആ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഇനി എന്നെ അറിയാതെ ലോകത്തിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ മാർഗങ്ങളിൽ കൂടെ എന്റെ രോഗസ്ഥിതി അറിഞ്ഞ് ദൈവമക്കൾ എവിടെയൊക്കെയോ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ശക്തമായ പിൻബലം എന്റെ കിടക്കയിൽ ഇറങ്ങി വന്ന ഒരു ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടു. അത്ഭുതകരമായിട്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കിടന്ന ദിവസങ്ങൾക്കകത്ത് 16 പേർ, എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും ആരോഗ്യവാന്മാരുമായി 16 പേർ മരണത്തിന് വിധേയപ്പെട്ടു അവിടുത്തെ സ്റ്റീൽ ബോക്സിനകത്തേക്ക് മാറ്റപ്പെടുന്നത് കണ്ടുകൊണ്ട് കിടക്കുന്ന എന്നെ സ്വർഗത്തിലെയും അതിന്റെ നടുവിൽ നിന്ന് അത്ഭുതകരമായിട്ട് ഇത്രത്തോളം പൂർണ്ണതയുള്ള ആരോഗ്യമുള്ളവനായിട്ട് ബലമുള്ളവനായി പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥന പോലെ ശക്തമേറിയ മറ്റൊരു ആയുധമില്ല. പ്രാർത്ഥന പോലെ ഇത്രയും ശക്തമായ മറ്റൊരു മേഖലയുമില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ധൈര്യത്തിന് പറയുകയാ. അമേരിക്കയുടെ വ്യത്യസ്തമായ പട്ടണങ്ങളിലും പ്രൊവിൻസുകളിൽ ഇരുന്നു കൊണ്ട്, ലോകത്തിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം വഴിയായി നമ്മൾ ഒരുമിച്ച് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകരമുണ്ട്. ആ പ്രാർത്ഥനയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിനെ തടയാൻ ലോകത്തിന് ആർക്കും കഴിയത്തില്ല. ഇന്ന പ്രഭാതത്തിൽ ഞാൻ വേഗത്തിൽ എന്റെ ഈ തിരുവഴുത്തുകളിലേക്ക് മടങ്ങി വരട്ടെ പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇയ്യോബ് എന്ന ഭക്തന് ജീവിതത്തിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാത്തിനെയും കവർ ചെയ്ത ദൈവിക സംരക്ഷണം ഉണ്ടായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ മറക്കണ്ട, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഭയപ്പെട്ട് മരണഭയത്താൽ ഹൃദയത്തിനകത്തളങ്ങളിൽ ഭാരപ്പെട്ടു ഒക്കെ ഇരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതം പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു കരുതലുണ്ട്. നീ പോലും അറിയാതെ നിനക്ക് ചുറ്റും ദൈവം കരുതിയിരിക്കുന്ന ഒരു സംരക്ഷണ വലയമുണ്ട്. നിന്റെ തലമുറയെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ വലയമുണ്ട്. ഏത് അനർത്ഥങ്ങളുടെ കെടുകൾക്കകത്തൂടെ പൈശാചിക മണ്ഡലം വലിച്ചിഴക്കാൻ ശ്രമിച്ചാലും എന്റെ ദൈവം അനുവദിക്കാതെ നിന്റെയോ നിന്റെ തലമുറയോ നിന്നോട് ബന്ധപ്പെട്ട ഒന്നിനെയോ നിന്റെ പ്രാണനെയോ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പ്രഭാതം ഞാൻ ഉറപ്പ് പറയട്ടെ. നിന്റെ ജോലി മേഖലക്കകത്ത് നീ ആയിരിക്കുന്ന പൊസിഷനിൽ നിനക്കെതിരെ പാരപണത് കൊണ്ട്, നിനക്കെതിരെ ദിവസങ്ങളിൽ കുടിശ്ശിതമായ ചില ഗൂഢാലോചനകൾ നടത്തുന്ന മേഖലകൾ ഇന്ന് രാത്രി ആരോട് പരിശുദ്ധാത്മാവ് തൊട്ടു പറയുകയാ. നീ ആയിരിക്കുന്ന നിന്റെ പ്രൊഫഷനിൽ നീ പോലും അറിയാതെ നിനക്കെതിരെ തയ്യാറാക്കപ്പെടുന്ന പദ്ധതികളുണ്ട്. എന്നാൽ ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അതിനെ പൊളിച്ചു കളയുകയാ. ആലോചനയെ വ്യർത്ഥമാക്കിയ ദൈവപ്രവൃത്തി പോലെ ചില മേഖലകൾക്ക് ആരുടെയോ
മേഖലയിലോ തൊഴിൽ മേഖലയിൽ അവര് പോലും അറിയാതെ ആമേൻ ദിവസങ്ങൾ ഉരുക്കരിക്കപ്പെടുന്ന പദ്ധതികള് ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് കളയുകയാ. യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിലെ പദ്ധതി തകർന്നു പോകട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അതിന്റെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞാൻ കൽപ്പിക്കുകയാ. ആമേൻ ദൈവത്തിന്റെ മഹത്വം അതിനകത്ത് ഇറങ്ങട്ടെ. ആമേൻ ദിവസങ്ങൾ ഒന്നിനോടൊന്ന് ചേരാൻ കഴിയാതെ വേണം ചില ആലോചനകളെ സ്വർഗം പൊളിച്ചു കളയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ ഇന്ന് പകൽക്കാലം പ്രിയരെ സ്വർഗമറിയാതെ ജീവിതം ഒന്നും സംഭവിക്കത്തില്ല. നിനക്ക് വേണ്ടി കരുതുന്ന പരിപാലിക്കുന്ന ഒരു ദൈവിക പരിപാലനമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടൊന്നും മറന്നു പോകണ്ട. ഹല്ലേലൂയ. ഇയ്യോബിനോട് സാത്താൻ ഇയ്യോബിനെ കുറിച്ച് പറയുക ദൈവത്തോട്, നീ അവന് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്താൽ പിന്നെ ആർക്കും അവനെ ദോഷം ചെയ്യാൻ കഴിയുന്നത്? അവിടെ ദൈവം പറയുന്നു അവനെ തുടരുത്, അവന്റെ ശരീരത്തെ നീ തുടരുത്, ബാക്കിയുള്ളതെല്ലാം എടുത്തു. അവൻ അടുത്ത മിനിറ്റുകളിൽ കഴിഞ്ഞവരെ മനുഷ്യ സഹജമായ അവൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് താങ്ങാൻ കഴിയാത്ത അനുഭവമാണ് അടുത്ത മണിക്കൂറുകൾ സംഭവിക്കുന്നത്. അവൻ ഒരുത്തം വന്ന് അവൻ ഇയ്യോബിനോട് പറയുകയാണ്, അവൻ നിന്റെ ആടുമാടുകളെ അവൻ നഷ്ടപ്പെട്ടു പോയി, നിന്റെ അടുത്തവൻ വന്ന് പറയുന്നത് ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അടുത്തവൻ പറഞ്ഞ നിന്റെ കന്നുകാലികൾ നഷ്ടപ്പെട്ടു പോയി, അടുത്തവൻ പറയുന്നു നിന്റെ തലമുറകൾ ഒരെണ്ണം പോലും ശേഷിക്കാതെ അവൻ മുഴുവനെണ്ണവും ഒരുപോലെ തീർന്നു പോകത്തക്ക രീതിയിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന വീടിന് മേല് അവൻ ഒരു കൊടുങ്കാറ്റടിച്ച വീട് വീണ് അതിനകത്ത് ഒരാൾ പോലും രക്ഷപ്പെടാതെ സകലവും തീർന്നു പോയി. പ്രിയപ്പെട്ട ഓർത്തു വയ്ക്ക്, ഒരു നഷ്ടമാണെങ്കിൽ നമുക്ക് സഹിക്കാൻ കേട്ടോ. ആമേൻ രണ്ട് നഷ്ടമാണെങ്കിൽ സഹിക്കാം. ആമേൻ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഭൗതികമായ നഷ്ടങ്ങളുടെ അങ്ങേയറ്റത്തേത് ആമേൻ തന്റെ ജീവിതത്തിൽ തന്റെ തലമുറകൾ മുഴുവൻ ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോയ ആമേൻ ഒരു ദുരന്ത വാർത്തയ ഇയ്യോബിന്റെ കാതുകളിൽ കേൾക്കുന്നത്. ആമേൻ മനുഷ്യ സഹജമായി ഞാൻ പറയട്ടെ, ഏതൊരു മനുഷ്യനും ഇരിക്കുന്ന ഇരിപ്പിൽ ആമേൻ അപ്പോൾ തന്നെ ഹൃദയം പൊട്ടി മരിച്ചു പോകുന്ന ഒരു വാർത്ത നമ്മൾ ഓർത്തു നോക്കി. ആമേൻ നമ്മുടെ $10,000 നഷ്ടപ്പെട്ടെന്ന് ആമേൻ കേട്ടാൽ നമുക്കുണ്ടാകുന്ന വേദന എത്ര വലുതാണ്. ആമേൻ നമ്മുടെ തലമുറകളിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു കുഞ്ഞിന് ഒരു ചെറിയ അപകടം പറ്റിയെന്നോ ആമേൻ ഏതെങ്കിലും ഒരു അസ്ഥി ഒടിഞ്ഞെന്നോ അറിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയല്ലേ? അങ്ങനെയാണെങ്കിൽ തനിക്കുണ്ടായിരുന്നത് മുഴുവൻ, തന്റെ അസറ്റുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അതിനേക്കാൾ വലുത് തന്റെ തലമുറകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇത് മാസങ്ങളുടെ ഗ്യാപ്പിനകത്ത് നടക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനകത്ത് നടക്കുന്ന കാര്യമല്ല. ഒരൊറ്റ ദിവസം സെക്കൻഡുകളുടെ വ്യത്യാസത്തിനകത്ത് കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ ഇങ്ങനെയാ. അവൻ ജീവിതത്തിനകത്ത് എല്ലാ ഭൗതികമായ നന്മകളും കെട്ടടങ്ങി തകർന്നു പോകുന്ന ഇയ്യോബിന്റെ ഒരു അനുഭവത്തെ നമ്മൾ ഓർത്തു നോക്കി പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതെല്ലാം തന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടും തനിക്ക് പിന്നെ ആകെ ശേഷിച്ചത് തന്റെ ശരീരം മാത്രമാ. അങ്ങനെ താന് അതിന്റെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോഴും സാത്താൻ അങ്ങേയറ്റം കാത് കൂർപ്പിച്ച് നിൽക്കുകയാ. ഇത് സംഭവിച്ചു കഴിയുമ്പോ സാത്താൻ ഇയ്യോബിന്റെ സമീപത്ത് നിന്ന് മാറാതെ കാത് കൂർപ്പിച്ച് നിൽക്കുകയാ. എന്തിനെന്നറിയാമോ? ദൈവത്തെ ഒരു വാക്ക് കൊണ്ട് ഇയ്യോബ് ചോദ്യം ചെയ്യുന്നത് കേൾക്കുവാൻ, ദൈവത്തെ ഒരു വാക്ക് കൊണ്ട് ഇയ്യോബ് തള്ളിപ്പറയുന്നത് കേൾക്കുവാൻ. എന്നിട്ട് ഇവിടുന്ന് ശരവേഗത്തിൽ ദൈവത്തിന്റെ സന്നിധി ചെന്നിട്ട്, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ, അവനുള്ളതിനെ തൊട്ട് കഴിഞ്ഞാൽ, അവനുള്ളതിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവന് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്ന്, പിന്നെ ഒരിക്കൽ പോലും നിന്നെ വിളിച്ചപേക്ഷിക്കുന്നതെന്ന് ഞാൻ അന്നേ വെല്ലുവിളിച്ചതല്ലേ. നോക്ക് ഇപ്പോ അവൻ ഇതെല്ലാം സംഭവിച്ചിട്ട് അവന്റെ വായിൽ നിന്ന് പറഞ്ഞ വാക്ക് നീ കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്തതിനെ കേൾപ്പിക്കാമെന്ന് പറഞ്ഞത്. സാത്താൻ അവന്റെ വാക്കുകൾക്ക് കാത് കൂർപ്പിച്ചു നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് ഒരു വാക്ക് കൊണ്ടുപോലും ദൈവത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതെ, ഒരൊറ്റ വാക്ക് കൊണ്ടുപോലും ദൈവത്തിന്റെ ദൈവം തനിക്ക് അനുവദിച്ച ഈ കഷ്ടതയെ ദൈവത്തോട് ചോദ്യം ചെയ്യാനോ പിറുപിറുക്കാനോ തയ്യാറാകാതെ അവിടെയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ദൃഢത താൻ പ്രഖ്യാപിച്ച് അവൻ അവിടെ നിൽക്കുകയാ. പിന്നെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സാത്താൻ കടന്നു ചെല്ലുകയാ. ഇതുകൊണ്ടൊന്നും ഇയ്യോബിന്റെ ജീവിതത്തിനകത്തോ ദൈവത്തോടുള്ള വിശ്വാസത്തിലോ ദൈവത്തോടുള്ള ആശ്രയത്തിനോ അകത്തോ ഒരിക്കൽ പോലും ഒന്നും സംഭവിച്ചില്ല. പിന്നെയും സാത്താൻ ദൈവത്തിന്റെ സന്നിധി ചെന്ന് നിൽക്കുമ്പോ പിന്നെയും ദൈവം ചോദിക്കുകയാണ്, ഇയ്യോബിനെ നീ കണ്ടോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലവനും ഭൂമിയിൽ ആരും. പ്രിയപ്പെട്ടവർ, 2-ാം അധ്യായം 3-ാം വാക്യത്തിലും അത് തന്നെ ദൈവം ആവർത്തിക്കുകയാണ്. അന്നോർത്തെ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് എന്തു സാക്ഷ്യമുണ്ടായിരുന്നോ അതേ സാക്ഷ്യം ഒന്നുമില്ലാത്തപ്പോഴും ദൈവത്തിന് പറയാനുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് സന്ദർഭങ്ങളിലാണ് നമ്മൾ ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തയോടെയോ സാക്ഷ്യത്തോടെ നിൽക്കാൻ തയ്യാറാകുന്നത്? ജീവിതത്തിനകത്ത് ഭൗതികതയുടെ വെളിച്ചത്തിനകത്തല്ല നമ്മൾ ദൈവത്തെ സേവിക്കേണ്ടത്. ഭൗതികത എന്നുള്ളത് ദൈവം നമുക്ക് അനുവദിക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ഒരു
ബോണസ് മാത്രമേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആത്മരക്ഷയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇവിടെ നമുക്ക് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും ഇതെല്ലാം വിട്ട് നാം പോകേണ്ട ഒരു ദിവസമുണ്ട്. ഇവിടെ നമ്മൾ എത്രത്തോളം വാരിക്കൂട്ടിയാലും, ഇവിടെ നമ്മൾ ശൂന്യതയിൽ ജീവിച്ചാലും, നമുക്ക് ദൈവം അനുവദിക്കപ്പെട്ടിരുന്ന കാലഘട്ടം ഈ ലോകത്തെ ആയുസ് പൂർത്തീകരിച്ച് നമ്മൾ പോയാലേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന പ്രഭാതത്തിൽ മറന്നു പോകരുത്. നമ്മുടെ ആത്മാവിന്റെ രക്ഷയെ കരുതിയ നാം ദൈവത്തെ സേവിക്കേണ്ടത്, നിത്യതയെ കരുതിയ ദൈവത്തെ സേവിക്കേണ്ടത്. ഈ ഭൂമിയിലുള്ളതൊന്നും അതിന് ബാധകമായത് പ്രിയപ്പെട്ടവരെ. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യതയെ ലക്ഷ്യമാക്കി അതിനുവേണ്ടി ആവലോടെ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ നിന്റെ പ്രയാണ കാലഘട്ടത്തിൽ നിന്റെ ആയുസ് തികയുന്നത് വരെ നിനക്ക് എന്തെല്ലാം വേണോ അതൊക്കെ ദൈവം ആഡ് ചെയ്തോളും. അതിനുവേണ്ടി നമ്മൾ വെപ്രാളപ്പെടേണ്ട. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങൾ നമ്മൾ ഉപവസിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ നിത്യതയെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ, ദൈവവുമായുള്ള നമ്മുടെ ആത്മബന്ധത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ, ദൈവത്തിന്റെ കൃപകളുടെ പുതിയ അനുഭവങ്ങളെ പ്രാപിക്കേണ്ട കാര്യങ്ങളിൽ, അതിനുവേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്ത് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ദൈവസന്നിധി മുന്നേറ്. നീ ചോദിക്കാതെ നിന്റെ ഭൗതികതയുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഭൗതികതയ്ക്ക് വേണ്ടി അല്ല ഉപവസിക്കേണ്ടത്, ഭൗതിക നന്മയ്ക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. അതെല്ലാം ദൈവം തന്നോളും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മളോട് ഇനി ഒരു പ്രവാചകനും ഒരു അനുഗ്രഹത്തിന്റെയും ദൂത് പറഞ്ഞില്ലെങ്കിലും, ഒരു നന്മയുടെയും ദൂത് പറഞ്ഞില്ലെങ്കിലും, നീ ദൈവത്തിന്റെ വഴിയിൽ നടന്നോ, പ്രമാണത്തിൽ നടന്നോ, സത്യത്തിൽ നടന്നോ, ദൈവമുഖത്തേക്ക് നോക്കി ജീവിച്ചോ. ഒരു പ്രവാചകനും പറഞ്ഞില്ലെങ്കിലും നിനക്ക് വേണ്ടുന്നത് മുഴുവൻ ദൈവം നിന്നോട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ആരസൂയപ്പെട്ടാലും, ആര് നിനക്കെതിരെ എന്ത് വിടക്ക് പറഞ്ഞാലും എന്റെ ദൈവം അതിനെ ഒന്നും നിഷേധിക്കത്തില്ല. ഇന്ന പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവമുഖത്തേക്ക് നോക്കി ആത്മീക വിഷയങ്ങൾക്കകത്ത് അമിത പ്രാധാന്യം കൊടുത്ത് നാം ദൈവസന്നിധി നിലകൊള്ളാനും പ്രാർത്ഥിക്കാനും ആത്മാവിൽ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാനും തയ്യാറായാൽ പിശാചിന്റെ പദ്ധതിക്ക് ഞാൻ കീഴ്പ്പെടത്തില്ല. അവന് ഒരു പദ്ധതിയിലും മുമ്പിൽ ഞാൻ തോറ്റുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവിക പ്രമാണത്തിന് വേണ്ടി ദൈവത്തിന്റെ സ്ഥലം നിലകൊള്ളാൻ തയ്യാറായാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, നിന്റെ ഭൗതിക ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ഭൗതിക ജീവിതത്തിൽ ആരും പ്രവചിച്ചില്ലെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വാക്ക് പറയാം, സ്വർഗം അതെല്ലാം നിനക്ക് ആഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ തിരിച്ചതിനോട് ഒന്നുകൂടെ ചേർത്ത് പറയാം. ഇന്ന് പകൽക്കാലം പ്രിയരെ, എത്ര പ്രവാചകന്മാർ, കെടികെട്ടിയ പ്രവാചകന്മാർ ദൂതുകൾ വാരിക്കോരി പറഞ്ഞാലും നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ നേരല്ലെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ക്രമമല്ലെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ദൈവിക വിശ്വസ്തതയെ കാക്കുന്നതല്ലെങ്കിൽ പ്രവചനമായി കിടക്കത്തേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ സുഖമല്ലാതെ അതിന്റെ അപ്പുറത്തൊന്നും അതിന്റെ മേൽ ചലിക്കത്തില്ല. എന്നാൽ നീ ആത്മീക ജീവിതത്തിനകത്ത് ദൈവമുഖത്തേക്ക് നോക്കി ശക്തിയോടെ നിലകൊണ്ടാൽ ഒരു പ്രവചനവും ആരും പറയണ്ട, നിനക്കുള്ളതൊന്നും മുടക്കാതെ ദൈവം കാരണം നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും. ഞാൻ കർത്താവിന്റെ വഴിയെ നടന്നാൽ എനിക്ക് വേണ്ടതെല്ലാം എന്റെ പുറകെ വന്നോളും. ഇന്ന് പ്രഭാതം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ കർത്താവിനെ ഫോക്കസ് ചെയ്ത് പോയ ഒരു ഗുണം എന്നാണെന്നറിയാമോ? നിലച്ചിരിക്കാത്ത നിമിഷത്തിൽ ശ്വാസം നിലച്ചു പോയാലും അവസാന നിമിഷം ഒരുക്കപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു വെപ്രാളമൊന്നും വേണ്ട കേട്ടോ. എപ്പോ വിളിച്ചാലും ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യതയിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കപ്പെടും. എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് അവസാനമാകുമ്പോ ഒന്ന് ഒരുക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് പോകാമെന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും മരണം നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. പോകുന്ന വഴിയിലാണോ, ഇരിക്കുന്ന ഇരിപ്പിലാണോ, ഒന്ന് ഒരുങ്ങാനോ എന്റെ ദൈവമേ ഒന്ന് വിളിക്കാനോ പോലും ഒരു അവസരം ഉണ്ടാകാതെ പോകേണ്ടി വന്നാൽ അപ്പോഴും ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം വേണമെങ്കിൽ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന കാലം അത്രയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ തീവ്രതയ്ക്കകത്ത്, ദൈവസ്നേഹത്തിനകത്ത് നിലനിന്നാൽ നിശ്ചയമായിട്ടും അവസാനം ഒരുക്കപ്പെടേണ്ട വെപ്രാളത്തൊന്നും വേണ്ട. എപ്പോ പോയാലും ദൈവസന്നിധിയിൽ ചെന്ന് ദൈവ മഹത്വത്തിനകത്ത് വലയം പ്രാപിപ്പാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ദിവസം നമ്മുടെ ഫോക്കസ് അതായിരിക്കട്ടെ, നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. ഒരു ദൈവപ്രവൃത്തി അതിനുവേണ്ടി നമ്മൾ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർക്കുമാറാകട്ടെ. നോക്കണേ, എല്ലാം നഷ്ടപ്പെട്ടിട്ടും യോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യത്തിന് മാറ്റം ഉണ്ടായില്ല. അപ്പോ അവൻ പറയുകയാണ്, വെറുതെ അവൻ അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തി വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിച്ചു എന്ന് ദൈവം അവനോട് സാത്താനോട് പറയുകയാണ്. അപ്പൊ സാത്താൻ പറയുകയാണ്, മനുഷ്യന്റെ തൊക്കിന് പകരം തൊക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെ ഇതിന്റെ ജീവന് പകരം കൊടുത്തു കളയും. നമുക്കറിയാം അത് വാസ്തവമായ ഒരു സത്യമല്ലേ. നമുക്കറിയാം ചികിത്സിച്ചിട്ട് പ്രയോജനമില്ലെന്നറിഞ്ഞാൽ
പറഞ്ഞാലും നമ്മൾ ചികിത്സിക്കാതിരിക്കത്തില്ല. ചികിത്സിച്ചിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞാലും നമുക്കുള്ളതും ഇനി നമുക്കുള്ള മുഴുവൻ അസറ്റും വിറ്റിട്ടാണെങ്കിലും അവസാന ശ്വാസം വരെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാകും. ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞാലും സ്നേഹമുള്ള ആ പ്രിയപ്പെട്ടവരോട് കരുണയും കരുതലുമുള്ള ആരും കൈകെട്ടി നോക്കിയിരിക്കത്തില്ല. നമുക്കുള്ള അങ്ങനെ കിടപ്പാടം നഷ്ടപ്പെട്ടു പോയ എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. മാരകമായ രോഗങ്ങളാൽ ചികിത്സിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഉള്ളത് മുഴുവൻ കടവും വിലയും വാങ്ങിച്ചിട്ട് തികയാഞ്ഞിട്ട് ഉള്ള കിടപ്പാടവും വിറ്റ് ചികിത്സിച്ചിട്ടും ആ ചികിത്സകൾ വെറുതെ നടന്ന് കാശ് പോയതല്ലാതെ ജീവനെ തിരിച്ചു പിടിക്കാൻ കഴിയാതെ പോയ ഒത്തിരി പേരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടെന്ന് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് മനുഷ്യന്റെ ജീവന് ഏറ്റവും വലിയ പ്രസക്തിയുള്ള വിലയാണുള്ളത്. അതുകൊണ്ട് സാത്താൻ ദൈവത്തോട് പറയുകയാണ്, അവന്റെ ശരീരത്തെയും കൂടെ നീ ഒന്ന് തൊട്ടു നോക്ക്, അപ്പൊ അറിയാം. അപ്പൊ ദൈവം പറഞ്ഞു അവന്റെ ആദ്യം പറഞ്ഞു അവന്റെ ശരീരത്തിൽ നിന്ന് തുടരുന്ന ആദ്യം പറഞ്ഞത് ഭൗതികതയെ മുഴുവൻ എടുക്കാൻ അനുവാദം കൊടുത്തു. രണ്ടാമത് പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രാണനെ മാത്രം തുടരുത്, അവന്റെ ജീവനെ തൊട്ട് കളിക്കരുത്, ബാക്കി എന്തും നീ എടുത്തു. അവന്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ടവനായി, ശരീരം മുഴുവൻ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവനായി, ജീവൻ ഒഴിക്കുമ്പോൾ പുഴുവരിക്കപ്പെടുന്നവനായിട്ടൊക്കെ ഇയ്യോബ് മാറുകയാ. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് തന്നെ സഹായി അല്ലെങ്കിൽ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് തന്റെ ഉച്ച ചങ്ങാതിമാരായ 3 പേര് കയറി വരുന്ന ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അറിവുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനൊന്ന് വിശദീകരിക്കാതെ പോകുന്നത്. അങ്ങനെ കടന്നു വന്നിട്ട് അവർ എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുന്നത് പോലെ ഇയ്യോബിനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുകയാ. ആ സമയത്ത് തന്നോട് കൂടെ എന്നുവിരിക്കേണ്ടതിന് ദൈവം കൊടുത്ത തന്റെ സ്വന്തം ഭാര്യ അവന്റെ അടുക്ക വന്നിട്ട് ഇത്രയൊക്കെ സഹിച്ചിട്ടും ഇത്രയൊക്കെ ആയിട്ടും നീ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാ, ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് പോയി ചത്തുകളായി എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ സഹായമായിരിക്കേണ്ടത് ഏറ്റവും വലിയ ഒരു എനർജി ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ജീവിത പങ്കാളിയാണ്. അല്ലെ, നമ്മള് ഒരുപക്ഷെ നല്ലൊരു ശതമാനവും നല്ലൊരു വേദിയിൽ വെച്ച് അഭിഷിക്തരായ കർത്തൃദാസന്മാരുടെ മുമ്പിൽ വെച്ച് പരസ്പരം കരം കൊടുത്ത് ഉഭയസമ്മതം ചെയ്ത് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരാ. അന്ന് നമ്മളവിടെ വെച്ച് പറഞ്ഞ വാചകം എന്താ? സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ബലഹീനതയിലും ബലമുള്ളപ്പോഴും ഒക്കെ ഞാൻ അങ്ങയോട് മാത്രം ചേർന്നിരുന്ന ഒരു ഉത്തമനായ ഭർത്താവ് അല്ലെങ്കിൽ ഉത്തമയായ ഭാര്യയുടെ മുഴുവൻ കടപ്പാടുകളും നിവർത്തിച്ച് തന്നുകൊള്ളാമെന്ന് അത്യുന്നതനായ ദൈവത്തെയും തന്റെ വിശുദ്ധ ദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ അങ്ങയോട് ഉറപ്പായി ഉടമ്പടി ചെയ്യുന്നുവെന്ന് പറഞ്ഞൊക്കെയാ നമ്മൾ പലപ്പോഴും ഉഭയസമ്മതവാചകം ചൊല്ലാറുള്ളത്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, എന്റെ ഉള്ളിലുണ്ടായ ഒരു ചിന്തയെ കിടന്നു. ഒരു വിവാഹത്തിൽ ശുശ്രൂഷയിൽ ഇരുന്നപ്പോ എന്റെ ഉള്ളിൽ വന്നൊരു ചിന്തയാ, ഇങ്ങനെയൊക്കെ ദൈവത്തെയും ദൂതന്മാരെയും ഒക്കെ സാക്ഷി നിർത്തി ഞാൻ അങ്ങയെ സ്നേഹിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ബഹുമാനിച്ചെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് 10 പേരുടെ മുന്നിൽ വെച്ച് ദൈവത്തിന്റെ മുമ്പാകെ ഉടമ്പടി ചെയ്ത് കൈ കൊടുത്ത് നമ്മള് ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ജീവിതത്തിന്റെ ഈ 10-20 വർഷത്തെയോ 25 വർഷത്തെയോ 30 വർഷത്തെയോ 15 വർഷത്തെയോ ഒക്കെ ജീവിതത്തെ മറിച്ച് നോക്കി ഈ പറഞ്ഞ ഉടമ്പടി വാചകം പോലെയാണോ ഭർത്താവിനോട് ഇടപെട്ടിട്ടുള്ളത്? കൊടുക്കേണ്ട ബഹുമാനവും കൊടുക്കേണ്ട ആദരവും കീഴ്പ്പെടലും അനുസരണവും ഒക്കെ കൊടുത്തിട്ടും സ്നേഹിച്ചിട്ടും ഒക്കെയാണോ അതോ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുവത്തിനകത്ത് ഇങ്ങനെ നമ്മുടേതായ സ്വഭാവത്തിലാണ്? ഇത് ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ചെയ്തൊരു പ്രതിജ്ഞയെ കേട്ടോ. അതുകൊണ്ട് അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ പാലിക്കപ്പെടണം. 10 പേരുടെ മുമ്പിൽ ഷോ അപ്പ് കാണിക്കുമ്പോൾ അച്ഛ എന്ന് വിളിക്കുന്നതല്ല. ജീവിതത്തിന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾക്കകത്തും വീടിനകത്തും ഭർത്താവിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് കീഴ്പ്പെടേണ്ടതുപോലെ കീഴ്പ്പെട്ട് അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചിരിക്കുമെന്ന് ദൈവത്തിന്റെ മുമ്പാകെ കൊടുത്ത വാക്കാണെങ്കിൽ ആ വാക്കിനെ നമ്മൾ ന്യായവിധിയെ ഫേസ് ചെയ്യേണ്ട ഒരു ദിവസം ഉണ്ടാകും. തിരിച്ചും കേട്ടോ, സുഖത്തിലും ദുഃഖത്തിലും എല്ലാ ഘട്ടത്തിലും ഞാൻ നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ജീവിത പങ്കാളിയായി നിന്റെ ഭാര്യയെ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ പ്രിയരെ, ആയുഷ്കാലം മുഴുവൻ അതങ്ങനെ തന്നെ പാലിക്കുക. നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു കടപ്പാടുണ്ട്. അത് ആരെങ്കിലും കാണുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ മുമ്പിൽ ഷോ അപ്പ് കാണിക്കാനല്ല. ഇത് ദൈവത്തിന് മുമ്പാകെ ഞാൻ ചെയ്തു പോയ ഉടമ്പടിയാണ്. അത് അങ്ങനെ തന്നെ പാലിക്കപ്പെടണമെന്ന് ഇന്ന് പകൽക്കാലം ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ. ജീവിതത്തിനകത്ത് കുടുംബ മേഖലകൾക്കകത്ത് കുടുംബ ജീവിതത്തിലെ ഇടപെടലുകൾക്കകത്ത് എവിടെയെങ്കിലും ഒക്കെ ചില താളപ്പിഴകൾ അസ്വാരസ്യങ്ങൾ ഈ ദിവസങ്ങളിൽ പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയാതെ ചില ഈഗോകൾക്കകത്ത് കുടുംബത്തിനകത്ത് ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ച് അത് ജീവിതത്തിനകത്ത് രസങ്ങളെ കെടുത്തിക്കളഞ്ഞ് വീഞ്ഞിന്റെ വീര്യം തീർന്നതുപോലെ അനുഭവങ്ങൾക്കകത്ത് കടന്നു പോകുന്ന
ഏതെങ്കിലുമൊക്കെ മേഖലകൾ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്ത് കയറി വരണമെങ്കിൽ എവിടെയോ അത് ഉള്ളത് കൊണ്ട് ആത്മാവ് അങ്ങനെ തൊട്ടു പറയുന്നത് ഇന്ന് പ്രഭാതത്തിനകത്ത് ഒരു സ്വയപരിശോധന നടത്തണം. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, നിരൂപണങ്ങൾ കൊണ്ട് ജീവിത പങ്കാളിയുടെ ഹൃദയത്തെ ഇടിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ചില വാക്കുകൾ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിഞ്ഞ മൂർച്ചയുള്ള വാള് പോലെ കുത്തിക്കയറി വർഷങ്ങളായിട്ട് ഇന്നും ആ മുറിവുണങ്ങാതെ എവിടെയൊക്കെയോ വ്രണപ്പെട്ട് കിടക്കുന്ന ചില മേഖലകൾ, ഇന്നും ചില അസ്വസ്ഥതകളായിട്ട് ഉളവായി നിൽക്കുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തൊട്ടു പറയുന്നു ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾക്കകത്ത് ക്രമീകരണം പ്രാപിക്കുവാൻ ഏറ്റുപറയേണ്ടത് ക്രമീകരിക്കപ്പെടട്ടെ. അച്ചായനോട് ഹൃദയംഗമായ ഒരു ക്ഷമ ചോദിച്ചാൽ അമ്മാമേ ഒരിക്കലും ജീവിതത്തിനകത്ത് താഴ്ച സംഭവിക്കത്തില്ല. വൈഫിനോട് സോറി എന്ന് പറഞ്ഞാൽ ഞാനൊന്നറിയാതെ എന്റെ ഒരു വിവേകമില്ല എനിക്കകത്ത് എന്റെ വികാരത്തിന്റെ അധീനമായി ഞാൻ പറഞ്ഞു പോയതാ, അത് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് പ്രഭാതത്തിൽ ഒരു ക്രമീകരണത്തിന് തയ്യാറായാൽ, ഇന്ന് പ്രഭാതത്തിൽ ഞാനൊരു ദൂത് പറയാൻ കേട്ടോ. ദിവസങ്ങളായി, ചില മാസങ്ങളായി, വർഷങ്ങളായി ജീവിതത്തിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന കുരുക്കുകളെ കെട്ടഴിയും. ആ കെട്ടഴിയാണെന്നുണ്ടെങ്കിൽ നീ ഉപവസിച്ചുകൊണ്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. ജീവിതത്തിനകത്ത് ക്രമീകരിക്കപ്പെടേണ്ട വിഷയങ്ങൾ, കുടുംബത്തിനകത്ത് ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും അപ്പനോടും അമ്മയോടും ക്രമീകരിക്കപ്പെടേണ്ട വിഷയങ്ങൾക്കകത്ത് ക്രമീകരണങ്ങളെ കണ്ടെത്തി ക്ഷമ ചോദിക്കേണ്ട വിഷയങ്ങൾക്കകത്ത് ഭവനത്തിനകത്ത് ക്രമീകരണങ്ങളെ കണ്ടെത്തി ഈ ദിവസങ്ങളിൽ ഒരു ക്രമീകരണത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തിയാൽ, ഇന്ന് ഞാൻ പറയട്ടെ, ഒരു പ്രവാചകനം വന്നിട്ട് നടക്കാത്തത്, ഒരു ഉപവാസത്തിന് നടക്കാത്തത് ചില തലമുറയുടെ കെട്ടുകളെ സ്വർഗം അഴിക്കും. കുടുംബത്തിനകത്തിലെ നാളുകളായിട്ട് വരിഞ്ഞു മുറുകിയിരിക്കുന്ന അനുഭവങ്ങൾക്കകത്ത് പരിശുദ്ധാത്മ മണ്ഡലം തുറക്കപ്പെടും. ഇന്ന് പ്രഭാതം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ടൊരു സൂം മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം കയറുകയാ. ഇന്ന് സന്തോഷിപ്പിക്കുന്നതും നിങ്ങളെ ത്രസിപ്പിക്കുന്നതുമായ ചില ദൂതുകൾ പറഞ്ഞിട്ട് ഒരുപക്ഷെ അടുത്തൊരു അവസരം എനിക്ക് ഉണ്ടാകത്തക്ക രീതിയിൽ അങ്ങനെ പ്രസംഗിക്കാനൊക്കെ അറിയാം. 25 വർഷമായി കർത്താവിന്റെ വേലകൊള്ളുന്ന സഭാശുശ്രൂഷകനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് പറയുന്നു അതല്ല ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൗത്യം എന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിനകത്ത് ഒരു ക്രമീകരണത്തിന് തയ്യാറായാൽ, ഒരു ഉടച്ചുപണിക്ക് തയ്യാറായാൽ, ഒരു ശുദ്ധീകരണത്തിന് തയ്യാറായാൽ, കുടുംബത്തിനകത്ത് വർഷങ്ങളായി കെട്ടപ്പെട്ട ചില കുടുക്കുകളെ സ്വർഗം അഴിക്കും കേട്ടോ. ഉപവസിച്ചിട്ട് നടക്കാത്തത്, പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, പ്രവാചകനെ വിളിച്ച് കൈമണക്ക് കൊടുത്തിട്ട് നടക്കാത്തത്, നിന്റെ ഭവനത്തിനകത്ത് സ്വർഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മേൽ കെട്ടപ്പെട്ടത് നുഖങ്ങൾ അഴിയണമെന്നുണ്ടെങ്കിൽ, അകത്തളങ്ങൾക്കകത്ത്, ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒരു ശുദ്ധീകരണവും ക്രമീകരണവും, ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിച്ച് ചില മുറിവുകളെ ഉണക്കത്തക്ക രീതിയിൽ, ചില മുറിപ്പാടുകളെ ക്രമീകരിക്കത്തക്ക രീതിയിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ക്രമീകരണത്തിന് കുടുംബത്തിനകത്ത്, നിന്റെ ബെഡ്റൂമിനകത്ത് കയറി ജീവിത പങ്കാളിയെ വിളിച്ചിരുത്തി ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, അച്ഛാ ഞാൻ പറഞ്ഞു പോയ വാക്കുകൾ അച്ഛനെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു പോയത് പ്രിയപ്പെട്ടവളെ നിന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് ദൈവനാമത്തിൽ ക്രമീകരണം പ്രാപിക്കാൻ തയ്യാറായ ഇന്ന് ആത്മാവ് പറയുന്നു, ഈ 2026 ആരംഭങ്ങളിൽ തന്നെ വർഷങ്ങളായി ചില തലമുറകളെ കെട്ടിമുറുക്കിയിരിക്കുന്ന ചില നുഖങ്ങളെ സ്വർഗം അഴിക്കും. ചിലതിനെ മനസ്സ് മാറും കേട്ടോ. പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാതെ, പറഞ്ഞാൽ സാധ്യത്തോടെ തിരിച്ചു നിന്നിട്ട് എന്റെ ജീവിതം നോക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങി, ചിലത് കുഞ്ഞാടികളെ പോലെ തിരിഞ്ഞു വന്ന് ഡാഡി മമ്മി ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു പോയത് എന്നോട് പൊറുക്കണം, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചിന്തിച്ചോളാം എന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ തലമുറ നിന്നോട് വന്ന് കാര്യങ്ങളുടെ ക്രമീകരണം പറയത്തക്ക രീതിയിൽ ചില കുടുക്കുകൾ അഴിയണമോ ഇന്ന് ആത്മാവ് പറയുന്നു. ജീവിതത്തിനകത്ത്, കൂടാരത്തിനകത്ത് ചില ദൈവിക ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെന്ന്. ഹല്ലേലൂയ. എനിക്കറിയാം ഇങ്ങനെയൊന്നും പറയുന്നത് നമുക്ക് ആർക്കും അത്ര താല്പര്യമുള്ള കാര്യമില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചത് പറയാതെ പോകാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുകയാ. ദിവസങ്ങൾക്കകത്ത് ഷോപ്പുകൾ മാറി കുടുംബത്തിനകത്ത് ഒരു മനസ്വസ്ഥത അനുഭവിക്കണമോ, മനസ്സിനകത്ത് ഒരു സന്തോഷം അനുഭവിക്കണമോ, വീടിനകത്ത് ഒരു ഉല്ലാസം വെളിപ്പെട്ടു വരണമോ, ഈ ദിവസങ്ങളിൽ ഇത് ക്രമീകരിക്കപ്പെടണം. നമുക്കൊരു കൈത്തണ്ടയിൽ ഒരു മുറിവുണ്ടായി, അത് പഴുത്തു തുടങ്ങിയാൽ നമ്മൾ ആന്റിബയോട്ടിക് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. എന്നാ ചെയ്യണം? ആ ഭാഗം നന്നായിട്ട് ഞെക്കി കഴുകണം. ഞെക്കി കഴുകി അതിനകത്തെ പഴുപ്പ് മുഴുവൻ പുറത്ത് കളഞ്ഞ്
ആമേൻ അത് ശുദ്ധീകരിച്ച് ക്ലീൻ ചെയ്തിട്ട് അവൻ വേണ്ടുന്ന ഓയിൻമെന്റ് പുരട്ടി അതിനെ കെട്ടിവെച്ച് അവൻ ആന്റിബയോട്ടിക് കഴിച്ചാൽ ആ മുറി ഉണങ്ങും. അല്ലാതെ ആ കൈത്തണ്ടെങ്കിൽ ആ പഴുപ്പ് ബാധിച്ചിട്ട് ആ പഴുപ്പ് വെച്ചുകൊണ്ടിരുന്നിട്ട് നീ എത്ര ആന്റിബയോട്ടിക്കും അതിനെ ഞെക്കിക്കഴുകാൻ തയ്യാറാകാതെ ആന്റിബയോട്ടിക് കഴിച്ചാലൊന്നും മുറി ഉണങ്ങത്തില്ല കുഞ്ഞ്. ഇന്ന് ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയാമോ? ജീവിതത്തിനകത്തളങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചില പഴുപ്പുകൾ ഞെക്കിക്കളയണം. കൂടാരത്തിനകത്ത്, ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് പഴുപ്പുകൾ ഞെക്കിക്കഴുകി കർത്താവിന്റെ സന്നിധി ശുദ്ധീകരണത്തിന് വേണ്ടി തയ്യാറായി ഏറ്റുപറയാൻ തയ്യാറായാൽ ഇന്ന് ഉറപ്പാ ഒരു പ്രവാചകനും നിന്നോട് പ്രവചിക്കണ്ട. നിന്റെ തലമുറയുടെ വഴിയെ സ്വർഗം നേരെയാക്കും. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ ദൈവചലനെ മടക്കി വരുത്തും. വീടിനകത്ത് മടക്കി വരുത്തി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ചിലത് കാണണമോ? നാളുകളായുള്ളതിന്റെ കണ്ണുനീര് മാറണമോ? തലമുറയെ ചൊല്ലിയുള്ള നിന്റെ വേവലാതികൾ മാറണമോ? തലമുറയെ ചൊല്ലി നീ പലപ്പോഴും തലയിൽ കൈവെക്കുന്നില്ലേ? പലപ്പോഴും ദൈവമേ എന്തേ ചോദിക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നൊരു മറുപടിയാ. കാര്യങ്ങൾക്കകത്ത് ക്രമീകരണം പ്രാപിച്ചു മടങ്ങിവ. കൂടാരത്തിനകത്തളങ്ങളിൽ ഏറ്റുപറച്ചിലും അനുതാപവും ഉണ്ടാകട്ടെ, ശുദ്ധീകരണം ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ നാളുകളായി പ്രാർത്ഥിച്ച് കുരുങ്ങിക്കിടക്കുന്ന വിഷയങ്ങളുടെ കുരുക്കുകളെയും അഴിക്കും. കൂടാരത്തിനകത്ത് ചെയ്യുന്ന ദൈവപ്രവർത്തന റിലീസിംഗ് ദൈവം വെളിപ്പെടുത്തി തരും. ഞാൻ വാക്കുകൾക്ക് സമാപ്തി കുറിക്കാൻ സമയമായതുകൊണ്ട് ഞാൻ ഈ ഭാഗം പറഞ്ഞ് വേഗം നിർത്തട്ടെ. അതെല്ലാം പോയപ്പോ കൂടെ ഇരിക്കേണ്ട സ്വന്തം ഭാര്യ പോലും പറഞ്ഞു തള്ളിക്കളഞ്ഞിട്ട് പോയി ചാകട എന്ന്. എന്നാൽ വേറൊരു കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൽക്കനയുടെയും ഹന്നയുടെയും കുടുംബം. ഹന്ന ഒരു തലമുറയില്ലാതെ ഒത്തിരി പരാതികളും പരിഭവങ്ങളും ഒക്കെ തന്റെ ഭർത്താവായിരിക്കുന്ന എൽക്കനയോട് പറയുമ്പോൾ എൽക്കാന പറയുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ. 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് പോരെയോ ഹന്നായി? എന്ന് വെച്ചാൽ അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? അത്രത്തോളം ഞാൻ നിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു, അത്രത്തോളം ഞാൻ നിന്നെ കരുതുന്നില്ലേ? പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഇന്ന പ്രഭാതത്തിൽ ഇതാ ഒരു കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ. തമ്മിൽ പഴിയാറുകയല്ല, തമ്മിൽ വിരൽ ചൂണ്ടുകയല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ചേർന്നിരുന്നു കൊണ്ട് ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ കാര്യങ്ങളെ പറഞ്ഞ് സന്തോഷത്തോടെയും ശാന്തതയോടെയും കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് ദൈവഹിതത്തിന് വേണ്ടി വിധേയപ്പെടുത്തി സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ച് വാത്സല്യം കൊടുക്കേണ്ടടുത്ത് വാത്സല്യം കൊടുത്ത് ചേർത്ത് പിടിക്കേണ്ടടുത്ത് ചേർത്ത് പിടിച്ച് ആര് പറഞ്ഞാലും ആര് അകറ്റി നിർത്തിയാലും നീ കൈവിടരുത് കേട്ടോ. കാരണം നിന്നെ മാത്രം വിശ്വസിച്ച് നിന്റെ ജീവിതത്തിൽ പങ്കാളിയായി സ്വീകരിച്ച വ്യക്തിത്വമാണ്. അതിനെ നീ തള്ളിക്കളയരുത്. ചേർത്ത് പിടിക്കണം, കരുതണം, സ്നേഹിക്കണം. ഇന്ന് എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ഈ ദൂത് ഇങ്ങനെ കൊണ്ടുപോയതെന്ന്. എവിടെയൊക്കെയോ കുടുംബങ്ങളെ പണിയാൻ ദൈവം ആഗ്രഹിക്കുകയാ. കൈവിട്ടു പോയി എന്ന് കരുതുന്ന ചിലതിനെ മടക്കിത്തരാൻ ദൈവം ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്യും. ഇനി ഞാൻ വേഗത്തിൽ നിർത്താൻ പോവുക. ഇയ്യോബ് എന്ന ഭക്തന് ഇങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയെ അനുവദിക്കുന്ന കരുതിയിൽ സാത്താന് ദൈവം അനുവാദം കൊടുത്തതിന്റെ കാരണം എന്നാണെന്നറിയാമോ? എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കൊരു ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിനോട് യേശു ഒരിക്കൽ പറയുന്നുണ്ട്, ശിമോനെ ശിമോനെ, ഗോതമ്പ് പാറ്റിക്കളയുന്ന പോലെ നിങ്ങളെ പാറ്റിക്കളയാൽ സാത്താൻ എന്നോട് പലവട്ടം അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഞാൻ അതിന് അനുവദിച്ചില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. പത്രോസിനെ യേശുവിന് അത്ര വിശ്വാസമില്ലായിരുന്നു. ഒരു ചെറിയ പ്രതിസന്ധി കടന്നു വന്നാൽ ഇട്ടെറിഞ്ഞിച്ച് പോകുന്നവനാണെന്ന് പത്രോസിനെ കുറിച്ച് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പറയാ, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നത് ഞാൻ അനുവാദം കൊടുത്തില്ല. അതേ ദൈവം തമ്പുരാൻ ഇയ്യോബ് എന്ന പഴയ നിയമ ഭക്തന്റെ മുമ്പിൽ സാത്താൻ വന്ന് കാര്യം പറയുമ്പോ പറയുകയാ, അവൻ പ്രാണനെ ഒഴികെ ബാക്കി മുഴുവൻ നീ തൊട്ടു എന്ന് വെച്ചാൽ ഇയ്യോബിനെ ദൈവത്തിന് അത്ര വിശ്വാസമായിരുന്നു. ദൈവത്തിന് അത്ര വിശ്വാസമായിരുന്നു. എന്ത് സംഭവിച്ചാലും എന്തെല്ലാം ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും തന്റെ ഭക്തൻ തന്നെ വിട്ടു പോകത്തില്ലെന്ന് അവൻ അത്ര ഉറപ്പായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊക്കെ നമ്മുടെ ദൈവത്തെ വിശ്വാസമാണ്. തിരിച്ചൊരു ചോദ്യം, ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ? ജീവിതത്തിനകത്ത് എത്ര വലിയ പ്രതിസന്ധി വന്നാലും, ജീവിതത്തിനകത്ത് എത്ര ശോധന വന്നാലും, ജീവിതത്തിൽ എത്ര സങ്കടക്കടലിൽ കൂടെ പോകേണ്ടി വന്നാലും എന്റെ കർത്താവിനെ വിട്ട് ഞാൻ പുറകോട്ട് പോകത്തില്ല. ഇതെല്ലാം സംഭവിക്കുമ്പോൾ, ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഇയ്യോബ് പറഞ്ഞൊരു വാദം, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഒത്തിരി ചലഞ്ച് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ്. 13-ാം അധ്യായം 15-ാം വാക്യം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ഇയ്യോബ് എല്ലാം നഷ്ടപ്പെട്ട് ശരീരം പോലും നഷ്ടപ്പെട്ടു പോയപ്പോഴും ഇയ്യോബിന് ദൈവത്തോട് പറയാനുണ്ടായിരുന്ന അവന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, പ്രഖ്യാപനം എന്ന് പറഞ്ഞുള്ളൂ, അവൻ എന്നെ കൊന്ന്, അതിനേക്കാൾ വലിയൊരു കാര്യം ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാനല്ലോ, ജീവൻ പോകുന്നതിനേക്കാൾ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. അവന്റെ ഉറപ്പതായിരുന്നു, അവന്റെ ദൈവത്തോടുള്ള തീരുമാനം അതായിരുന്നു, അവന്റെ ദൈവത്തോടുള്ള ഭക്തി അതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ അവൻ ഒറ്റ ചോദ്യം, ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാവോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ?
വിശ്വസിക്കാൻ പറ്റും. അതുകൊണ്ടാ ആർക്കും ഇല്ലാത്ത ചില ശോധന നിനക്ക് അനുവദിച്ചത്. പലപ്പോഴും ചോദിക്കുന്നത്, എന്ത് കർത്താവ്, എന്റെ സഭയിൽ വേറെ ആർക്കും ഇല്ലാത്തത് എനിക്ക് മാത്രം, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും വേദനപ്പെട്ടിട്ടും എനിക്ക് മാത്രം ഇത്. ഇന്ന് പ്രഭാതത്തിൽ ഒറ്റ മറുപടിയുള്ളൂ കുഞ്ഞെ, അവരിൽ ആരിലും ഇല്ലാത്ത വിശ്വാസം ദൈവത്തിന് നിന്നിലുണ്ട്. നിനക്കിത് അനുവദിച്ചാൽ, നിന്നെ ഇതിനകത്തൂടെ കടത്തിവിട്ടാൽ, നീ ദൈവത്തിന് വേണ്ടി അവിടെ നിൽക്കും എന്ന് ദൈവത്തിന് വിശ്വാസമുള്ളതാണ്. അതുകൊണ്ട് നിന്നെ മറന്നിട്ടല്ല, നിന്നെ വേണ്ടെന്ന് വെച്ചിട്ടല്ല, മറ്റാരേക്കാളും നിനക്ക് പരിഗണന ഇല്ലാഞ്ഞിട്ടല്ല. അവൻ നിന്നെ ദൈവത്തിന് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. ഇത് നിനക്ക് അനുവദിച്ചാൽ ഇതിനെ നീ ഫേസ് ചെയ്യാൻ കരുത്തുള്ളവനാണ്. നീ ഒരിക്കലും ദൈവത്തെ വിട്ടു പോകത്തില്ലെന്ന്. അതുകൊണ്ട് മറ്റ് പലർക്കും ഇത് കൊടുക്കാത്തത് അവരാരും വിശ്വാസത്തിന്റെ അയലൊക്കത്ത് പോലും കാണത്തില്ല ഇങ്ങനെയൊന്ന് അനുവദിച്ചാൽ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ മറക്കണ്ട, നിന്നെ ദൈവം സ്പെഷ്യലായിട്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് ദൈവത്തിന് നമ്മെ വിശ്വാസം ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ നിൽക്കുക. സ്വർഗം വിശ്വസ്തനാണ്, കരം പിടിച്ച് നടത്തും. മഹത്വമുള്ള ദൈവിക പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ അതുകൊണ്ട് ചതഞ്ഞോടെ അവൻ ഉടിച്ച് കളയത്തില്ല, പുകയുന്ന തിരിയവൻ കെടുത്തി കളയത്തില്ല. അന്ത്യത്തോളം അതിനെ ആളിക്കത്തിച്ച് ആർക്കും വേണ്ടാത്തതിനെ ചേർത്ത് പിടിച്ച് പണിതെടുത്ത് ഒരു മനോഹര വസ്തുവാക്കി മാറ്റാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് സേവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിശ്വസ്തതയ്ക്ക് വേണ്ടി അന്ത്യത്തോളം കാത്തു നിൽപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുവാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു സാവകാശം എനിക്ക് അനുവദിച്ച അവൻ കർത്താവിൽ വിധപ്പെട്ട അവൻ സ്റ്റീവ് പാസ്റ്റർ കുടുംബത്തിന്, അവൻ ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന പ്രിയ തോമസ് അങ്കിളിന്, അവൻ മറ്റുള്ള എല്ലാ പ്രവർത്തകർക്കും വിശേഷമുള്ള നന്ദിയും മതനും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലാണ് ഞാൻ പറഞ്ഞതുപോലെ കർത്താവദാസനോട് ഞാൻ പറഞ്ഞു നിന്നാൽ താൻ അത് സ്വീകരിക്കുകയും എന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ വചനം നമ്മോട് സംസാരിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആവശ്യമായ ദൈവത്തിന്റെ വചനം കർത്താവിൽ നിന്ന് നൽകി തന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ ദിവസം വരെയും എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ എല്ലാ മീറ്റിംഗ്സിലും കർത്താവിന്റെ സാന്നിധ്യം അറിയുവാൻ കർത്താവ് സഹായിച്ചു. കടന്നു വന്ന കർത്താവിന്റെ ദാസന്മാർ, ആരാധനയിൽ ലീഡ് ചെയ്തവര്, കൂടി വന്ന എല്ലാ ദൈവജനത്തിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹത്തോടെ നടത്തിയല്ലോ. ഒത്തിരി കണ്ടുപോയെന്നാ തോന്നുന്നേ. പല വിഷയങ്ങളുടെയും മറുപടി നാം കണ്ടു. പല വിഷയങ്ങളുടെയും മറുപടി നമുക്ക് ലഭിക്കാറുണ്ട്. ഇതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. താമസങ്ങളിൽ എൻ്റെ ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കാം, രോഹനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ബിനോയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ ജീവിതദാനമായി തന്നതോർത്ത് സ്തോത്രം. ഈ വർഷത്തിന്റെ അവസാനം വരെയും ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം. ആരാധനയിൽ ഞങ്ങളെ ലീഡ് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കരുണകരങ്ങൾ എല്ലാവരും വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പാട്ടുകൾ പാടുവാൻ, ആരാധനയിൽ നയിക്കുവാൻ പ്രിയ ജിനുനെ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം. അഭിഷേകത്തിന് പുത്തൻ ശക്തിയാൽ പിന്നെ കർത്താവ് നിറച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവദാസൻ പശ്രോയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ഞങ്ങളെ അറിയിക്കുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ നന്ദി ഉടങ്ങി സ്തുതിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ. ആയിരിക്കുന്നതിൽ കർത്താവരെ പരിപാലിക്കണമേ. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളൊക്കെ കർത്താവ് അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ. ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ ശക്തമായ കർത്താവ് ഉപയോഗിക്കുന്ന ദൈവകൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി ഉടങ്ങി സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ രോഗത്തിലോ ദുഃഖത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ വിടുതലും ആശ്വാസവും കർത്താവ് പകർന്നു കൊടുക്കണം. ദൈവത്തിന്റെ കരങ്ങൾ അവർ വഹിച്ചു കൊള്ളണം.
കർത്താവെ മുറിവിടെ കെട്ടുകണമേ. ഹല്ലേലൂയ. കർത്താവെ ഇടിഞ്ഞു കിടക്കുന്ന എല്ലാത്തിനും കർത്താവ് പണിഞ്ഞെടുക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് തരുന്നുവെങ്കിൽ കർത്താവിന്റെ ഹിതപ്രകാരം ഞങ്ങൾ ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഈ പ്ലാറ്റ്ഫോമിനെ കർത്താവ് അനുഗ്രഹിക്കണം. അടുത്ത വർഷം ഇതിനേക്കാൾ അപ്പുറമായി വലിയ നന്മകളാൽ കർത്താവ് ഞങ്ങളെ നിറയ്ക്കണം. ദൈവത്തിന് വേണ്ടി അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗം ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാ ദൈവജനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, നിരദാസരടിയൻ കർത്താവെ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ട്, കൃപ കൊണ്ട് പൊതിഞ്ഞാട്ട്, എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന എഴുതിനാ നന്ദി, യേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് റിസീവ് ദി ബ്ലെസ്സിങ്സ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ കൃപ, ആശ്വസിപ്പിച്ചു വഴിനത്തെ പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മ നമ്മെല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും അതിനെ സംസാരിച്ച കർത്താവിന്റെ ദാസരോടും ശുശ്രൂഷകളോടും കുടുംബത്തോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all. Thank you all for joining. പ്രിയ തോമസ് അങ്കിൾ ഓർപ്പിച്ചതുപോലെ അടുത്ത ആഴ്ച we'll have a Thanksgiving kind of a thing. Thomas uncle will talk about that more. God bless you all. Thank you all. Thomas uncle. Thank you, pastors. അടുത്ത ആഴ്ചയിൽ നമുക്ക് ചുരുക്കമായിട്ട് സാക്ഷി പറയേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നടത്തിയ വഴികൾ, കഴിഞ്ഞ ഒരു വർഷം ദൈവം നടത്തിയ ദൈവത്തോട് നന്ദി പറയുവാൻ ഉള്ള ഒരു അവസരമുണ്ട്. ആർക്കെങ്കിലും അതങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ അതിന് അവസരം ഒരുക്കാം. 5 to 7 minutes per person. അത് ആണ് ആഗ്രഹിക്കുന്നത്. സ്റ്റീവ് പാസ്റ്റർക്ക് ജോയിൻ ചെയ്യാൻ ഒക്കുമെങ്കിൽ അദ്ദേഹം ജോയിൻ ചെയ്യും. അപ്പം ചുരുക്കമായിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് വചന ശുശ്രൂഷയും ഉണ്ടായിരിക്കും. പ്രധാനമായിട്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകൾക്ക് നന്ദി പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് അതിനായിട്ട് വേർതിരിക്കുകയാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വയ്യാത്തവർക്ക് വാട്സപ്പിൽ മെസ്സേജ് കിട്ടുന്നുണ്ടല്ലോ, അതിൽ കൂടെ തിരിച്ച് അറിയിച്ചാൽ മതി. എല്ലാവരെയും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. ക്രിസ്മസിന്റെ ആശംസകൾ. ദാസൻ, സോറി അങ്കിൾ, പാസ്റ്റർ റോയ് is still with us. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ എം ഷുവർ ഹി വിൽ ടേക്ക് ടൈം ടു പ്രേ. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൈ പറയുകയോ ചെയ്താൽ കർത്താവദാസൻ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പെറ്റ്സി ട്രിവാൻഡ്രം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പെറ്റ്സി. റോയ് പാസ്റ്ററെ ഒന്ന്, റോയ് പാസ്റ്റർ പ്രാർത്ഥിച്ച. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ